ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഓരോ ത്യാഗങ്ങൾക്കും ഒരു നല്ല പ്രതിഫലമുണ്ട്. നമ്മൾ ദൈവത്തിന് വേണ്ടി എടുക്കുന്ന ഓരോ കാര്യത്തിനും പ്രതിഫലമുണ്ട്. പ്രാർത്ഥിക്കുന്ന, ദൈവവചനം കണ്ടെത്തി സ്വീകരിക്കുന്ന നിന്നെ, എന്നെ, നമ്മെ ഓരോരുത്തരെയും ദൈവം പറയുക, നിന്നെ ഇടിച്ച് താഴ്ത്തൂന്നല്ല, ഒന്നും ഇല്ലാതാക്കൂന്നല്ല, നിന്റെ മേലൊരു വലിയ തകർച്ച വരും, നീ കുടുങ്ങൂന്നല്ല, നിന്നെ ഒരു പിത്തളക്കോട്ടയായി ഉയർത്തുന്നു. ഈ പുതിയ വർഷത്തിൻ്റെ 3-ാം വെള്ളിയാഴ്ച ഏറ്റവും പ്രാർത്ഥനയോടെ ഈ സ്ഥലത്ത് വരാൻ, പ്രതീക്ഷയോടെ ഈ സ്ഥലത്തായിരിക്കാൻ ദൈവം നൽകിയ മഹത്വമുള്ള ഈ സമയത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്നെൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കുക. ദൈവം ചില അനുഗ്രഹങ്ങളെ എനിക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ച്, ദൈവം എനിക്ക് വേണ്ടി ചില നന്മകളെ ഈ ശുശ്രൂഷയിലൂടെ കരുതി വച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ആസ്വദിച്ചിട്ടുമില്ല. പ്രത്യേകം പ്രാർത്ഥനയോടെ ഇന്ന്, പ്രത്യേകിച്ച് ഈ മാസം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, തെറ്റുള്ള ഈ ലോകത്ത് തെറ്റാതെ ജീവിക്കാൻ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. തെറ്റുള്ള ഈ ലോകത്ത് തെറ്റിപ്പോകാതെ ജീവിക്കണം. അതിന് ദൈവത്തിൻ്റെ കടാക്ഷം വേണം, ദൈവത്തിൻ്റെ കാരുണ്യം വേണം. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഈ ദിവസത്തെ പ്രാർത്ഥനയിൽ, ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഭവിച്ചറിയാൻ, രുചിച്ചറിയാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നൊരു പാട്ടാണ്. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, ഇതിന്ന് സംഭവിക്കണം. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ശബ്ദമുയർത്തി പാടുമോ? നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. ഒരുമിച്ച് പാടാം. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. അതുകൊണ്ട് നിൻ ദാനം അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഇത് പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുണ്ടോ? പ്രാർത്ഥനയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുണ്ടോ? ദൈവത്തിൽ നിന്ന് മുഖം തിരിച്ച് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയവരുണ്ടോ? അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ച്, ധ്യാനം, പ്രാർത്ഥന, വചനം, വിശുദ്ധ കുർബാന, ദൈവീകമായ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ വീട്ടിലെ ആരെങ്കിലും, നമ്മുടെ മക്കളോ ജീവിത പങ്കാളിയോ പ്രിയപ്പെട്ട ആരെങ്കിലും, നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നാണല്ലോ, അവരിതിനെല്ലാം വിമർശിക്കുവാണ്. അവരൊക്കെ ഒന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ, അവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ ചിലർ ആഗ്രഹിക്കില്ലേ? അവരെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പ്രാധാന്യത്തോടെ ഏറ്റവും മുമ്പിൽ അവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നും
അവർ അനുഭവിക്കാൻ ഇടവരണം. തിരിച്ചറിഞ്ഞ് തിരിച്ചു വരണം. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, ഈ മാസം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നേ എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർക്കുകയാണ്. ഈ ഒരു പ്രാർത്ഥനയിൽ അവരെ സമർപ്പിച്ചേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരുമിച്ച് അവരെല്ലാം ചേർത്ത് പാടുകയാണ്. നിന്ദാനം നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. അതുകൊണ്ട് യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. എല്ലാവരും ചേർന്ന് പാടുമോ? യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ആ പാടിയത് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ആ പാടിയതുപോലെ സംഭവിക്കട്ടെ. ആ പാടിയതുപോലെ അനുഭവിക്കാൻ കഴിയട്ടെ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ നിങ്ങളെ കാണുന്നു. ഒത്തിരി ആഗ്രഹത്തോടെ വന്നവരാണ് എല്ലാവരും, പ്രതീക്ഷയോടെ വന്നവരാണ്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. തെറ്റുള്ള ഈ ലോകത്തിൽ തെറ്റാതെ ജീവിക്കാൻ നമ്മുടെ പ്രാർത്ഥന വരും തലമുറയ്ക്ക് ആവശ്യമാണ്. ആണോ? അതുകൊണ്ടാണ് പറയുന്നത്, ഒരു പൂവൊക്കെ ഉണ്ടാകുന്നൊരു ചെടി അതിൻ്റെ വേര് മണ്ണിനകത്താണ് നിൽക്കുന്നത്. അതാരും കാണുന്നില്ല. മണ്ണ് പറ്റിയ വേരാണ് നല്ല പൂക്കളെ കൊണ്ടുവരാൻ ഒരു കാരണം. ഇപ്പം നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഒരു മരത്തിൻ്റെ വേര് പോലെയാണ്. ചില കഷ്ടപ്പാടുണ്ട് നമുക്കെല്ലാം. പ്രാർത്ഥനയ്ക്കും ഇങ്ങനെ വരാനുമൊക്കെ ചില കഷ്ടപ്പാടുണ്ട്. പക്ഷേ അതൊരു അനുഗ്രഹത്തെ ജീവിതത്തിൻ്റെ മുകളിൽ കൊണ്ടുവരാൻ കാരണമാകും. ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒത്തിരി പേരുടെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. നേരം വെളുത്ത് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ അവിടെയുള്ള ഓരോ ഇലകളിലും മഞ്ഞുവെള്ളം വന്ന് നനഞ്ഞായിരിക്കുന്ന ഇലകളിലെല്ലാം മഞ്ഞിൻ്റെ വെള്ളത്തുള്ളികളുണ്ട്. പക്ഷെ നേരം വെളുത്ത് സൂര്യൻ ഉദിച്ച് ആ സൂര്യപ്രകാശം തട്ടുമ്പോൾ ആ വെള്ളമെല്ലാം ആവിയായിട്ട് പോവും, എല്ലാം മാറിപ്പോവും. ഇതുപോലെ സങ്കടങ്ങളുടെ മഞ്ഞുതുള്ളി പറ്റിയ ജീവിതങ്ങളാണ് നമ്മുടേതും. വേദനകളെല്ലാം നമ്മുടെ ജീവിതത്തോട് ഇങ്ങനെ പറ്റിയിരിപ്പുണ്ട്. ദൈവസാന്നിധ്യത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ വെളിച്ചം ആ സൂര്യൻ ഉദിക്കുമ്പം, ആ ചൂട് കിട്ടുമ്പം, ആ പ്രാർത്ഥന കിട്ടുമ്പം, ആ വെളിച്ചം വരുമ്പോൾ സങ്കടങ്ങൾ മാറാൻ, ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ, ആ തകർച്ച മാറാൻ, ആ പരാജയം മാറാൻ അത് കാരണമാകും. ഹല്ലേലൂയ. നിങ്ങളെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ കണ്ട്
ഒരു വചനം വായിക്കുകയാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 16-ാമത്തെ വാക്യമൊന്ന് വായിക്കുവാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം എളുപ്പമാണ് ഓർത്തിരിക്കാൻ. 15-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുകയാണ്. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ. അപ്പോൾ നോക്കിക്കേ, ദൈവത്തിൻ്റെ വചനം കണ്ടെത്തണം. ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമാകേണ്ട വചനങ്ങളെ കണ്ടുപിടിക്കണം. അങ്ങനെ എഴുതിയിട്ടുള്ള ദൈവത്തിൻ്റെ വചനത്തെ കണ്ടെത്തിയപ്പോൾ എന്തേലും പ്രത്യേകതയുണ്ടായോ? കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു, ഞാനത് തിന്നു, ഞാനത് ഭക്ഷിച്ചു. ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുന്ന സമയമാണിത്. പ്രാർത്ഥനയിൽ അത് ഒരു ഭക്ഷിക്കാൻ പാകത്തിന് മനസ്സിലാകുന്ന വിധത്തിൽ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്ന സമയമാണ്. ഭക്ഷിച്ചു. എന്നിട്ടോ അവ എനിക്ക് ആനന്ദാമൃതമായി. അതെനിക്ക് ആനന്ദിക്കാനിടയായി. അതാണ് ഇന്ന് നടക്കുന്നത്, അതാണ് ഇന്ന് സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ കണ്ടെത്തി മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ആനന്ദിക്കാൻ ഇടവന്നു. അതല്ലേ ഇന്നും പലരും ഇവിടെ വരാൻ കാരണം? അതല്ലേ ദിവസവും വചനങ്ങൾ കേൾക്കാൻ കാരണമായത്? അതല്ലേ ഒരുപാട് പേർക്ക് ഇതൊരനുഗ്രഹമായി മാറുന്നേ? ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് തകർച്ചയല്ല തരുന്നത്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് പരാജയമല്ല തരുന്നത്. പിന്നെയോ ആനന്ദിക്കാൻ. ആനന്ദം, അതൊരു നല്ല മലയാള വാക്കാണ്. സന്തോഷത്തേക്കാൾ മുകളിൽ ഉള്ളൊരു വാക്കാണ് ആനന്ദം. ആനന്ദം അത് നിലനിൽക്കുന്ന സന്തോഷം. എന്തെങ്കിലുമൊക്കെ നല്ലൊരു ഫുഡ് കഴിക്കുമ്പം സന്തോഷമുണ്ട്. നല്ലൊരു കാറിൽ യാത്ര ചെയ്താൽ, നല്ലൊരു വീട്ടിൽ കിടന്നാൽ, നല്ലൊരു വീട്ടിൽ പോയാൽ ഒക്കെ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഒരാൾ സ്വീകരിക്കുമ്പോൾ സന്തോഷത്തേക്കാളുപരി അതാ വ്യക്തിക്ക് ആനന്ദം. നമ്മുടെ വായിക്കുവാണ്. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ. അപ്പോൾ കണ്ടെത്തണം, അത് കണ്ടുപിടിക്കണം. ഓരോ മനുഷ്യനും ഓരോ സമയത്ത് ആവശ്യമായ വചനങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട്, ഈ വേദപുസ്തകത്തിനകത്തുണ്ട്. അത് കണ്ടുപിടിച്ച് അത് ഭക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദം, സന്തോഷം ഉണ്ടാകാൻ തുടങ്ങും. ഹല്ലേലൂയ. ആനന്ദാമൃതമായി. പിന്നെയോ എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എൻ്റെ ഹൃദയത്തിന് സന്തോഷം. ആ കാര്യം എന്ത് നൽകി? സന്തോഷം. രണ്ട് വാക്ക് കേട്ടു: ആനന്ദം, സന്തോഷം. ഇതൊക്കെ എപ്പോഴാണ് വന്നേ? നല്ലൊരു വണ്ടി മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഇട്ടപ്പോഴല്ല, നല്ലൊരു കട്ടിലേക്ക് കിടന്ന് ഉറങ്ങിയപ്പോഴല്ല. ദൈവത്തിൻ്റെ വചനം ഞാൻ കണ്ടെത്തി അത് ഭക്ഷിച്ചപ്പം അതെനിക്ക് ആനന്ദവും സന്തോഷവും നൽകാൻ തുടങ്ങി. അപ്പം അത്രയും നേരം ഈ രണ്ട് കാര്യത്തിന് എവിടെയോ കുറവുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അത് ആനന്ദവും സന്തോഷവും തരാൻ തുടങ്ങി. എല്ലാവരും എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലാ ആഗ്രഹമാണ് ചില സന്തോഷമുള്ളൊരു ജീവിതം എനിക്കുണ്ടായിരുന്നെങ്കിൽ. ജീവിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, എനിക്ക് ഒരു സന്തോഷമുള്ള ജീവിതം ഉണ്ടായിട്ടില്ല, ഒരാനന്ദമുള്ള ജീവിതമില്ല. ഈ പരാതി പറയുന്ന ഒത്തിരി പേരുണ്ട്. എനിക്കൊരു സന്തോഷമില്ല, എനിക്കൊരു സമാധാനമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരാൾ കണ്ടെത്തി അത് ഭക്ഷിക്കാൻ, അത് സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? ആനന്ദം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ദൈവാനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത ഭാഗം വായിച്ചേ. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ,
ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ചുമന്നുകൊണ്ട് നടക്കുന്നത്. ആമേൻ. അതെനിക്ക് ആനന്ദവും സന്തോഷവുമാണ് നൽകുന്നത്. ഈ രണ്ടിലും സന്തോഷവും ആനന്ദവും ഇല്ലാത്തവരൊക്കെ ഇതിനകത്ത് കാണും. പുറമേ ചിരിക്കുന്ന നല്ല മുഖമുണ്ടെങ്കിലും പലരുടെയും മനസ്സ് അത്ര സന്തോഷമൊന്നും അല്ല. പെട്ടെന്ന് കരയുന്നവരും വിഷമിക്കുന്നവരുമാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് സന്തോഷവും ആനന്ദവും നൽകട്ടെ. അത് ദൈവാനുഗ്രഹമാണ്. ഇനി അടുത്ത ഭാഗമുണ്ട്. 17-ാമത്തെ വാക്യത്തിൻ്റെ ഒരു ഭാഗം വായിക്കുവാണ്. ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല. അവിടെ നിൽക്കട്ടെ. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച ഒരാൾ പറയുവാണ്, എനിക്ക് നല്ല സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഈ ലോകത്ത് ജീവിക്കായിരുന്നു, പക്ഷേ ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ കൂട്ടുകൂടുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല. ഞാൻ അങ്ങനെയുള്ള സന്തോഷങ്ങളുടെ പുറകെ ഒന്നും പോയില്ല. അതൊരു ത്യാഗമാണ്, അതൊരു വിലയാണ്. ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്ന ഓരോ ത്യാഗങ്ങൾക്കും ഒരു നല്ല പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് വേണ്ടി എടുക്കുന്ന ഓരോ കാര്യത്തിനും പ്രതിഫലമുണ്ട്. ഇനി എവിടെ ഇതിൻ്റെ പ്രതിഫലം കിടക്കുന്നതെന്നറിയാമോ? 20-ാമത്തെ വാക്യം. അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എന്തൊക്കെ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി അത് സ്വീകരിച്ചപ്പം, ഞാൻ സന്തോഷവും സുഖവും തരുന്ന കാര്യത്തിൻ്റെ പുറകെ ഒന്നും ഓടാതെ ചില ത്യാഗങ്ങളൊക്കെ ചെയ്തപ്പം, ഇതെന്തിനാ പറയുന്നതെന്നറിയാമോ? ഈ മാസം 28-ാം തീയതി ബുധനാഴ്ച മുതൽ ഫെബ്രുവരി മാസം 6-ാം തീയതി വരെ 10 ദിവസമാവും. ഇവിടെ സമർപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ഉപവാസത്തോടെ പ്രാർത്ഥിക്കാൻ ആലോചിച്ചിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. അത്ര എളുപ്പമൊന്നുമല്ല ഭക്ഷണം ഒഴിവാക്കുക, പ്രാർത്ഥിക്കുക, ത്യാഗമെടുക്കുക. പക്ഷേ ഈ വചനം വായിച്ചപ്പോൾ ഇതൊക്കെ വളരെ സന്തോഷമായിട്ട് തോന്നി. ഇങ്ങനെ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചാൽ 20-ാമത്തെ വാക്യം, ഈ ജനത്തിന് മുൻപിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. ഈ ജനത്തിൻ്റെ മുമ്പിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. ആരെ? ദൈവത്തിൻ്റെ വചനത്തെ കണ്ടെത്തി സ്വീകരിച്ച ഒരാളെ ഈ ജനത്തിൻ്റെ മുന്നിൽ, ഒരു പിത്തള മുന്നിൽ എന്നൊരു വാക്കുണ്ടോ നോക്കിക്കേ. ഈ ജനത്തിൻ്റെ മുൻപിൽ ആരുടെയേലും ഒക്കെ മുമ്പിൽ നാണം കെട്ടോ വിഷമിച്ചോ തലകുനിച്ചോ ഒക്കെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ആ ദേശത്തിൻ്റെ മുമ്പിൽ, ആ നാട്ടുകാരുടെ മുമ്പിൽ, ആ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന, ദൈവവചനം കണ്ടെത്തി സ്വീകരിക്കുന്ന നിന്നെ, എന്നെ, നമ്മെ ഓരോരുത്തരെയും ദൈവം പറയുക, നിന്നെ ഇടിച്ച് താഴ്ത്തൂന്നല്ല, ഒന്നും ഇല്ലാതാക്കൂന്നല്ല, നിൻ്റെ മേലൊരു വലിയ തകർച്ച വരും, നീ കുടുങ്ങൂന്നല്ല, നിന്നെ ഒരു പിത്തളക്കോട്ടയായി ഞാൻ നിന്നെ അനേകരുടെ മുമ്പിൽ ഉയർത്തും. ആ വാക്കുറക്കെ വായിച്ചേ, ഉയർത്തും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച്, നമ്മെ അനുഗ്രഹിച്ചൊരു പിത്തളക്കോട്ടയെ പോലെ ഉയർത്തുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ മുമ്പിലാണ് കസേരയിലോ നിലത്തോ നിൽക്കുകയോ പുറത്തോ വരാന്തയിലോ ഒക്കെ നിൽക്കുന്നത്. എന്നെ അനുഗ്രഹിച്ചുയർത്തുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആരെയാണ് ഇങ്ങനെ ഉയർത്തിയത്? ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ദൈവവചനം കണ്ടെത്തി അത് ഭക്ഷിച്ചവനെയാണ് ദൈവം ഉയർത്തിയത്. നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, എല്ലാവരോടും പറയുവാണ്, ദൈവവചനം സ്വീകരിക്കുന്ന നിങ്ങളെ, അകത്തോ പുറത്തോ ശബ്ദപരിധിക്കുള്ളിൽ എവിടെ ഇരിക്കുന്ന ആരുമാകട്ടെ, ഇനി നിങ്ങളൊന്നും ഒരിക്കലും ഉയരത്തില്ല എന്ന് കുറേ പേര് പഴിച്ചിട്ടിരിക്കുന്ന ഒരാളാകട്ടെ. അങ്ങനെ കുറേ പേരുണ്ട്. നീയൊന്നും രക്ഷപ്പെടൂല കേട്ടോ, നീയൊന്നും ഒരിക്കലും ശരിയാവൂല. ഇങ്ങനെ മനുഷ്യൻ ശപിച്ചിട്ടിരിക്കുന്നവരുണ്ട്, പഴിച്ചിട്ടിരിക്കുന്നുണ്ട്, വിധിച്ചിട്ടിരിക്കുന്നുണ്ട്. എങ്ങനെ രക്ഷപ്പെടാനാ അവരൊക്കെ? അങ്ങനെയുള്ളൊരു കേക്ക്, നിന്നെ ദൈവം ഒരു
പിത്തളക്കോട്ട പോലെ ഉയർത്തും. ജനത്തിൻ്റെ മുമ്പിൽ അവിടെ എഴുതിയിട്ടുണ്ട്, ഈ ജനത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ ഈ ജനത്തിൻ്റെ മുമ്പിൽ എപ്പോഴൊക്കെയോ കുറേ വിഷമിച്ച് തകർന്നിരുന്നിട്ടുണ്ട്, ആരുടെയൊക്കെയോ മുമ്പിൽ വല്ലാതെ നാണം കെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് ഈ ജനത്തിൻ്റെ മുമ്പിൽ. നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ പറയണം? നിങ്ങളുടെ ദേശക്കാരുടെ മുമ്പിൽ, നിങ്ങളുടെ കുടുംബക്കാരുടെ മുമ്പിൽ, ഭാര്യ വീട്ടുകാരുടെ മുമ്പിൽ, ഭർത്തൃ വീട്ടുകാരുടെ മുൻപിൽ, ഒപ്പം പഠിച്ചവരുടെ മുമ്പിൽ, നിങ്ങളുടെ പള്ളിക്കാരുടെ മുമ്പിൽ ദൈവവചനം സ്വീകരിക്കുന്ന നിന്നെ എഴുതിയിട്ടുണ്ട് ഒരു പിത്തളക്കോട്ട. ഈ ജനത്തിൻ്റെ മുമ്പിൽ, ഈ ജനത്തിൻ്റെ മുമ്പിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. പറഞ്ഞേ ഹല്ലേലൂയ. ചുമ്മാ ഒരു വാക്കല്ല, മിനിഞ്ഞാന്നത്തെ പേപ്പറിൽ വന്ന വാർത്തയല്ല പ്രസംഗിക്കുന്നേ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട് ഒരു പിത്തളക്കോട്ടയായി ദൈവം നിന്നെ ഉയർത്തും. അടുത്ത ഭാഗമോ, അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ? ഇവിടെ എഴുതിയിരിക്കുവാണ്, നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനും നിന്നെ വിമോചിപ്പിക്കാനും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ആരുടെ കൂടെ? ദൈവവചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുന്നവൻ്റെ കൂടെ. അവനെ രക്ഷിക്കാനും അവനായിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് വിമോചിപ്പിക്കാനും സർവശക്തനായ ദൈവം അവൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ പോരെ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ? ഇത്രയൊക്കെ ബോധ്യം പോരെ നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ? ഇതൊക്കെ മതി. ഇതൊക്കെ ശരിക്ക് പറഞ്ഞാൽ ഓരോ ഡിപ്രഷനും വരില്ല. ഇതറിഞ്ഞാൽ, ഇതൊക്കെ മനസ്സിലായാൽ ഒരു നിരാശയും നിനക്ക് വരത്തില്ല. ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ല. ഒരു സ്പെഷ്യൽ കൗൺസിലിങ് ഒരിടത്തും പോകേണ്ടി വരില്ല. ഈ വചനങ്ങളൊക്കെ ശരിക്കും മനസ്സിലായാൽ അത് നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാകും. നിൻ്റെ രക്ഷയ്ക്കും നിൻ്റെ വിമോചിപ്പിക്കാനും നിന്നെ രക്ഷിക്കാനും ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. നിങ്ങളുടെ കരങ്ങളെ ആ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, എന്നിട്ട് ഇത് കേട്ടുപോകാതെ ഇത് മനസ്സിനകത്ത് ഒന്ന് ഉറപ്പിച്ച്, ഇത് ഈ അനുഗ്രഹം പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന നിങ്ങളിലൊന്ന് പതിയട്ടെ. ഇത് ഇവിടെ നിന്ന് ഇറങ്ങി വണ്ടിയെ കയറുമ്പോഴേ മറന്നു പോകാതിരിക്കട്ടെ. വീടെത്തുമ്പോൾ ഇത് മറന്നു പോകാതിരിക്കട്ടെ. ഒരു മാസം കഴിയുന്നതിനും ഇത് മറന്നു പോകാതിരിക്കട്ടെ. എൻ്റെ ദൈവം ഇത് പ്രവാചകനോട് മാത്രമല്ല പറഞ്ഞത്, എന്നോടും കൂടെ പറയുവാണ്, നിന്നെ ഒരു പിത്തളക്കോട്ടയായി ഈ ജനത്തിൻ്റെ മുമ്പിൽ. ആ വാക്ക് ഭയങ്കരമാണ്. ഈ ജനത്തിൻ്റെ മുമ്പിലാണ് ഞാൻ തോറ്റുപോയത്. ഈ ദേശക്കാരുടെ മുമ്പിലാണ് ഞാൻ നാണം കെട്ടുപോയത്. ഈ ജനത്തിൻ്റെ മുമ്പിലാണ് ഞാൻ കരഞ്ഞത്. ഈ ജനത്തിൻ്റെ മുമ്പിലാണ് ഞാൻ പരാജയപ്പെട്ടത്. ആ പരാജയപ്പെട്ടവരുടെ മുമ്പിൽ തന്നെ ഈ ജനത്തിൻ്റെ മുമ്പിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അത് ശുശ്രൂഷകരായാലും ബിസിനസ്സുകാരായാലും പഠിക്കുന്നവരായാലും എല്ലാവരോടും അത് പറയട്ടെ. നിന്നെ ഉയർത്തുന്ന ഒരു പിത്തളക്കോട്ട പോലെ അനേകരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നവരുടെ മുമ്പിൽ ഉയർത്തുന്ന അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിന്നെ രക്ഷിക്കാനും നിന്നെ വിമോചിപ്പിക്കാനും ദൈവം നിന്റെ കൂടെയുണ്ട്. ഇത്രയും വലിയൊരു ഉറപ്പ് കിട്ടാൻ എന്തായിരിക്കും കാരണമെന്നറിയാമോ? ഇവിടെ എഴുതിയിട്ടുണ്ട്, ഉല്ലാസ ജീവിതം നയിക്കുന്നവരോടുകൂടെ ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല. നിങ്ങൾക്ക് സുഖമായത് ഒരു പകലിൻ്റെ നല്ല സമയമാണ്. 100 കൂട്ടം ജോലിയുണ്ട്. എവിടെല്ലാം യാത്ര പോകാം, ടൂറ് പോകാം, ഔട്ടിങ് പോകാം, ബന്ധുക്കളുടെ വീട്ടിൽ പോകാം, വെറുതെ വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കാം. എന്തെല്ലാം സമയവും സാഹചര്യവും ഉണ്ട്. അതൊക്കെ മാറ്റി വച്ചേച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വചനം നമ്മളെക്കുറിച്ചാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ആ ദൈവം പറയുന്നേ, നിന്റെ പ്രാർത്ഥനയ്ക്കും ത്യാഗത്തിനും പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ത്യാഗത്തോടെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചത്. ഇനി ഇതോടൊപ്പം ചേർന്ന് ഒരു കാര്യം കൂടി വായിച്ച് പ്രാർത്ഥിക്കാനുണ്ട്. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം
20-ാം അധ്യായം 2 മുതലുള്ള വാക്യമാണ്. എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ചില ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഒരു ഉയർച്ചയ്ക്ക്, ഒരു അനുഗ്രഹത്തിന് കാരണമാകും. നിങ്ങൾ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി, ഒക്കുന്നത് പോലെ മതി. ആരും ഒരു റിസ്ക്കും എടുക്കണ്ട. നിങ്ങളുടെ മനസ്സിൽ ദൈവം പ്രചോദിപ്പിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുക. ഏതായാലും ഞങ്ങൾക്കിവിടെ കിട്ടിയ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി 10 നാൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആരെല്ലാം ഒപ്പം നിന്നാലും നിന്നില്ലെങ്കിലും ഈ പ്രാർത്ഥന കൃത്യമായി നടത്തുവാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഈ വചനത്തിലൂടെയാണ് തീരുമാനിച്ച്, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നവനെ ദൈവം പിത്തളക്കോട്ട പോലെ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും കൂടെ വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 20-ാം അധ്യായം 2 മുതലുള്ള വാക്യമാണ്. എല്ലാവരും ഇത് ക്ഷീണമുള്ള ഒരു ശരീരമൊക്കെ കാണും, നല്ല ആവിയും പരവേശമൊക്കെ ഉണ്ട്. എന്നാൽ ഈ വചനമൊക്കെ മറന്നു പോകാതെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇതെത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 20-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുവാണ്. കർത്താവ് ആമോസിന്റെ പുത്രനായ യേശയ്യായോട് അരുൾ ചെയ്തു. യേശയ്യായോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു. യേശയ്യ പ്രവാചകനാണ് പറഞ്ഞത് എന്നാന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളിത് അനുസരിക്കണമെന്നില്ല. ഇത് അന്നത്തെ കാലത്ത് യേശയ്യ പ്രവാചകനോട് പറഞ്ഞതാണ്. നിന്റെ അരയിൽ നിന്ന് ചാക്കുവസ്ത്രവും, നിന്റെ ദേഹത്ത് കിടക്കുന്ന ചാക്കുവസ്ത്രം അങ്ങ് മാറ്റ്. പിന്നെയോ, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പും അഴിച്ചു കളയുക. 2 കാര്യം ദൈവം പറഞ്ഞു. ഇച്ചിരി ത്യാഗത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആരും അവരുടെ വസ്ത്രം മാറ്റാനോ ചെരുപ്പ് മാറ്റാനോ ഒന്നുമല്ല ഞാനിത് പ്രസംഗിക്കുന്നത്. പക്ഷെ ദൈവം വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യായോട് പറഞ്ഞു, യെശയ്യാ, നിന്റെ ശരീരത്ത് കിടക്കുന്ന ചാക്കുവസ്ത്രവും നിന്റെ ആ കാലെ കിടക്കുന്ന ചെരുപ്പും അഴിച്ചു കളയുക. എത്ര വർഷത്തേക്കാണെന്നറിയാമോ ജെറമിയ വസ്ത്രം മാറ്റി ചെരുപ്പ് ധരിക്കാതെ? 3 വർഷം. 3 വർഷം ഇദ്ദേഹം ചെരുപ്പിട്ടില്ല. 3 വർഷം വസ്ത്രം ധരിക്കാതെ ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹം ആ ദേശത്ത് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ജീവിച്ചു. ഞാനതിനെ കാണുന്നത് ഒരു ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ച യേശയ്യായി കാണാൻ പറ്റും. വസ്ത്രം ധരിക്കാതെ, എന്നിട്ട് എന്ത്? ചെരുപ്പ് അഴിച്ചു മാറ്റുക. അവൻ അതനുസരിച്ച്, ഈ യേശയ്യ ആ വാക്കനുസരിച്ച് നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു. അദ്ദേഹം വസ്ത്രം മാറ്റി നഗ്നനായും ചെരുപ്പിടാതെയും ആ നാളിൽ ജീവിക്കാൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ചെരുപ്പിടാതെയും നഗ്നനായും നടന്നു. 3-ാമത്തെ വാക്യം, കർത്താവ് അരുൾ ചെയ്തു, എൻ്റെ ദാസനായ യേശയ്യ ഈജിപ്തിനും എത്യോപ്യയ്ക്കും അടയാളവും മുന്നറിയിപ്പുമായി 3 വർഷം. 3 വർഷം. എത്ര വർഷം? 3 ദിവസമല്ല, 3 വർഷം ചെരുപ്പിടാതെ നടന്നു എന്ന്. 3 വർഷം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ചാക്കുവസ്ത്രം മാറ്റിക്കളഞ്ഞു എന്ന്. 1 ദിവസമല്ല, 1 മണിക്കൂറല്ല, 3 ദിവസമല്ല, 3 വർഷം. 3 വർഷം ഈ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. 3 വർഷം നഗ്നനും നിഷ്പാദകനുമായി നടന്നതുപോലെ അങ്ങനെ നടന്നു എന്ന്. ആര്? യേശയ്യ. വല്ല ഗുണമുണ്ടായോ? 2-3 പേജ് മറിച്ച് 26-ാം അധ്യായം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. വിജയഗീതം. എന്താ? ഒന്നും കൂടെ ഉറക്കെ വായിച്ചേ. വിജയഗീതം, ജയത്തിന്റെ പാട്ട്. ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ 26-ാം അധ്യായം എഴുതിയിരിക്കുക. വിജയത്തിന്റെ പാട്ട്, വിജയഗീതം. പരാജയത്തിന്റെ പാട്ടല്ല, തകർന്നു പോയതിൻ്റെ പാട്ടല്ല. പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ചില ത്യാഗങ്ങൾ എടുക്കാൻ മനസ്സുണ്ടോ? നിങ്ങൾക്കും പാടാൻ ദൈവം ഒരു വിജയഗീതം. അതാണ് സാക്ഷ്യത്തിൻ്റെ പാട്ട്. എത്ര നാൾ ഈ യെശയ്യ ചെരുപ്പിടാൻ നടന്നു എന്നറിയോ? 3 വർഷം. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ചെരുപ്പിടാതെ മുറ്റത്തിറങ്ങാൻ പറ്റില്ല നമുക്ക്. ചെരുപ്പിട്ട് ശീലിച്ചുകൊണ്ട് ഭയങ്കര വേദനയാണ്. ചെരുപ്പിടാതെ ഒരു ഇച്ചിരി അങ്ങോട്ട് വരെ പോകുമ്പോഴത്തേക്കും കാല് ഭയങ്കര വേദനയാണ്. 3 വർഷം. ചില പ്രാർത്ഥനയ്ക്കൊക്കെ ഭയങ്കര അനുഗ്രഹമുണ്ട്. വിജയഗീതം പാടി. ഇനി എന്താ പാടിയെ നോക്കട്ടെ. 26-ാം അധ്യായം 1-ാമത്തെ വാക്യം. അന്ന് യൂദാദേശത്ത് ഈ കീർത്തനം ആലപിക്കും. ഒരു കീർത്തനം ആലപിക്കും. നമുക്ക്
പ്രബലമായ ഒരു നഗരമുണ്ട്. കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ആ വാക്കം ശ്രദ്ധിച്ചേ. പ്രാർത്ഥിച്ച 3 വർഷം ചെരുപ്പിടാതെ നടന്ന് പ്രാർത്ഥിച്ച യേശയ്യ 26-ാം അധ്യായത്തിൽ പറയുക, കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ചില നന്മകളെ ദൈവം ഒരുക്കി കൊണ്ടുവന്നും നിങ്ങളുടെ ജീവിതത്തെ, തലമുറയെ ദൈവം ഉയർത്താൻ തുടങ്ങും. ഹല്ലേലൂയ. ഒന്നും കൂടെ ആ വാക്യം വായിക്കുവാണ്. കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, ചുമ്മാതല്ല, കാണാൻ വേണ്ടിയല്ല, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. പിന്നെയോ വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കും. വാതിലുകൾ തുറക്കും. ഇപ്പോൾ കോട്ടകൾ ഉയർത്തും, വാതിലുകളെ തുറക്കും. 3-ാമത്തെ വാക്യം, അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. എങ്ങനെയുള്ള തികവിൽ? സമാധാനം. പ്രാർത്ഥിക്കുന്നവനെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നവനെ സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കും. അതാണ് മുമ്പേ പറഞ്ഞ പ്രാർത്ഥന. അവനൊന്നും ഒരു ദോഷവും വരാൻ ദൈവം സമ്മതിക്കുകയില്ല. ഒരു തിന്മയും അവന് വരില്ല. ഒരു അനർത്ഥവും അവൻ്റെ കൂടാരത്തിന്റെ ഗേറ്റ് കിടന്ന് അകത്ത് വരുത്തില്ല, വരികയില്ല. സമാധാനത്തിന്റെ തികവെന്ന് പറഞ്ഞാൽ 100% സമാധാനത്തിന്റെ തികവിൽ. ആരെ? 3 വർഷം ചാക്കുവസ്ത്രം ധരിച്ചില്ല, 3 വർഷം ചെരുപ്പിടാതെ, എത്ര ദിവസം ദൈവത്തിൻ്റെ വാക്ക് കേട്ട്. അവിടെ എഴുതിയിട്ടുള്ളത്, നിന്നെ ഒരു ഉയർത്തുന്ന അനുഗ്രഹത്തിൻ്റെ വാതിൽ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവം ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുമെന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന ജോൺ ശുശ്രൂഷയ്ക്ക് അത് പറഞ്ഞു. മൈലുകൾ കടന്ന്, കര കടന്ന്, 500, 1000, 2000, 50 ഒക്കെ കിലോമീറ്ററുകൾ അപ്പുറത്ത് നമ്മൾ ഇവിടെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ, നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എനിക്കറിയാം ഇങ്ങനെ വന്നിരിക്കണേ തന്നെ ഒരു കമ്മിറ്റ്മെന്റ് വേണം. ഇങ്ങനെ ഇരുന്ന് വചനം കേൾക്കണമെങ്കിൽ ഒരു സമർപ്പണം വേണം. അതിനും വേണം ഒരു ധൈര്യം. എല്ലാവർക്കും ഒന്നും ഇത് പറ്റത്തില്ല. അവർക്കൊന്നും ഇത്രയും സമയമൊന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ല. അവർ എഴുന്നേറ്റ് ആ കടയിലോ റോട്ടിലോ വണ്ടിയിലോ പോയി ഇരിക്കും. ഇങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും. ഇത് ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ ഒരു നിശ്ചയമാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളത് വിശ്വസിച്ച് ഇവിടെ ഇരുന്ന് ഞാൻ ഇതുപോലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, യേശയ്യ മേൽവസ്ത്രം മാറ്റി ചെരുപ്പ് ധരിക്കാതെ 3 വർഷക്കാലം ദൈവത്തിൻ്റെ വാക്കുകേട്ട് ത്യാഗത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ പാടിയത് സങ്കടത്തിൻ്റെ പാട്ടല്ല, പാടിയത് നിരാശയുടെ പാട്ടല്ല, പാടിയത് തകർച്ചയുടെ വലിയ പാട്ടൊന്നുമല്ല, പാടിയത് വിജയത്തിൻ്റെ പാട്ടാണ്, വിജയഗീതമാണ്. അതാണ് സാക്ഷ്യം. ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഇതൊന്നും മറന്നു പോകാതിരിക്കട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് എനിക്കും ഒരു വിജയഗീതം പാടാൻ ഇടവരണം. യെശയ്യാ 3 വർഷക്കാലം ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ചെരുപ്പിടാതെ നടന്നു, ത്യാഗത്തോടെ. അതുകൊണ്ട് ചില ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഒരനുഗ്രഹത്തിന് ചില തുടക്കമാണ്, ചില തറക്കല്ലിടലുകളാണ്, ചില ആദ്യത്തെ കല്ലിടലാണ് ഇതൊക്കെ. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ 13,000-ത്തിലധികം കുഞ്ഞുങ്ങളുടെ പേരുകളൂടെ ഉണ്ട്. നിങ്ങളുടെ വിശുദ്ധ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? എന്നിട്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ച്, ഒക്കുന്ന പോലെ, പറ്റുന്ന പോലെ മതി, പറ്റുന്ന പോലെ കണ്ണുകളടച്ച് നിങ്ങളുടെ കരങ്ങൾ, ഈ ഉയർത്തിയ കരം ഇതൊരു ത്യാഗമാണ്. ഒരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവെ ഞങ്ങൾ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ തലമുറകൾക്കായി വേണ്ടി പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രാർത്ഥിച്ചു, ജെറമിയ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചപ്പോൾ അവിടെയൊക്കെ കാണുന്നത് അനുഗ്രഹിച്ച് ഉയർത്തുന്നൊരു ദൈവത്തെയാണ്. അവരുടെ മുമ്പിൽ നിന്നെ ഞാൻ ഉയർത്തുമെന്നു, ഒരു പിത്തള കോട്ട പോലെ ഉയർത്തുമെന്നു. അതൊരു അനുഗ്രഹമായ ആനന്ദവും
സന്തോഷത്തിന് കാരണമാകുമെന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ ആ ഉയർത്തിയ കരങ്ങളോടെ അധരങ്ങളെ തുറന്ന് ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഞങ്ങളൊരു വിശ്വാസത്തോടെ ത്യാഗത്തോടെ മനസ്സറിഞ്ഞ് ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ ഒരു അനുഗ്രഹത്തിന്റെ ഉയർച്ച സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ ജീസസ്. എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ, കരങ്ങൾ താഴ്ത്തി കേട്ടെ, ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ, എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ, ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ. ഇത് ഈ പാട്ട് ശ്രദ്ധിച്ചോ? എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ. പിന്നെ അടുത്ത് എന്താ? അതൊരു വലിയ വാക്കാണ്. ഇനിമേലാൽ ഇനി ഒരിക്കലും പുള്ളി വിജയിക്കൂല, ഇനി പുള്ളി ഒരിക്കലും സക്സസ് ആവൂല, ഇനിമേലാൽ ഉയരത്തില്ലെന്നും പറഞ്ഞ് അപ്പുറത്തെ വീട്ടിലിരുന്ന് വട്ടത്തിലിരുന്ന് പറഞ്ഞ് ചിരിച്ചവരുണ്ട്. പക്ഷെ പിന്നെ അടുത്ത് എന്താ? എന്നാലും നീ എന്നെ കണ്ടതോ അതിശയം, എന്നുണർവിൻ പുകഴ്ചയല്ല നിനക്കൊരുവനു മാത്രമേ. എന്നാലും നീ എന്നെ കണ്ടതോ അതിശയം, എന്നുണർവിൻ പുകഴ്ചയല്ല നിനക്കൊരുവനു മാത്രമേ. എല്ലാം തകർന്നു പോയി. അങ്ങനെയൊക്കെ ആരെങ്കിലും സാമ്പത്തികമായോ ജീവിതത്തിലൊക്കെ എല്ലാം തകർന്നു പോയി എന്നൊക്കെ പറയുന്നവരിയ്ക്കുന്നവരുണ്ടോ? നിങ്ങളങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, ഇനി മേലാൽ ഉയരിയേലെന്നാണോ ചിന്തിക്കുന്നത്? ഇനിയൊന്നും ശരിയാകത്തില്ല, ഈ പിള്ളേർ അങ്ങനെയായി, പിള്ളേർ ഇങ്ങനെയായി, ജീവിതം ഇങ്ങനെയായി, ബിസിനസ് തകർന്നു, സാമ്പത്തികം തകർന്നു, ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് പോയി, ഞങ്ങളെ പറ്റിച്ചെടുത്തു, ഞങ്ങളുടെ പൈസ പോയി, എല്ലാം തകർന്നു പോയി എന്നാണോ തോന്നുന്നത്? ദൈവം നിന്നെ കണ്ട് ഒരു പിത്തളക്കോട്ട പോലെ അനേകരുടെ മുമ്പിൽ, അനേക മനുഷ്യരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ ഉയർത്തും. അങ്ങനെയെങ്കിൽ എല്ലാവരും അറിയാവുന്ന പോലെ ഒന്ന് ചേർന്ന് പാടിയേ. എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ, ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു. ഒരിക്കൽ കൂടി ഒന്ന് പാടിയേ. എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ, ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ, എന്നാലും നീ എന്നെ കണ്ടതോ അതിശയം, എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ. എന്നാലും നീ എന്നെ കണ്ടതോ അതിശയം, എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ. ആമേൻ. മാത്രം വളരണം, പറഞ്ഞു. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രമേശുവേ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നല്ല ഓരോ അനുഗ്രഹമാണ് ഓരോ വചനത്തിലൂടെയും ഒരാൾക്ക് കിട്ടുന്നത്. ഞാനൊരു വാക്യം വായിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 33, 34, 35 വാക്യം ഒന്ന് വായിക്കുവാണ്. നിങ്ങൾക്കത് വലിയൊരു അനുഗ്രഹമാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ 3-ാമത്തെ ആഴ്ചയിൽ പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 33, 34, 35 വാക്യങ്ങൾ. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്, അത്യുത്തമമാണ്, ഏറ്റവും നല്ലതാണ്. യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു, ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് ആ വാക്യം ഒന്ന് വായിച്ചേ.
യഥാസമയം അവിടുന്ന് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നു. ഓർക്ക വായിച്ചേ, നിറവേറ്റുന്നു. നിറവേറ്റുന്നു. അതെ നമ്മളിവിടെ വന്നേ. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാ ഇതിനകത്ത് കയറിയിരിക്കുന്നേ, ഈ ശബ്ദം കേൾക്കുന്നേ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്, അത്യുത്തമമാണ്. അടുത്തതോ യഥാസമയം. ആ വാക്കെല്ലാവരും മറക്കല്ല്. എപ്പോഴല്ലേ? യഥാസമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ സമയത്ത്. നമ്മൾ ചിലരെ സഹായിക്കുമ്പോൾ ചിലർ പറയില്ലേ, കൃത്യസമയത്താണ് നിങ്ങൾ എന്നെ സഹായിച്ചേ. ആ സമയത്തിൻ്റെ പേരാ യഥാസമയം. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ബൈബിൾ പറയുന്നു, യഥാസമയം അവിടുന്ന് ദൈവം ആവശ്യങ്ങൾ എൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്നു. വിശ്വസിക്കുന്നു? ഇത് നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് നിറവേറ്റി തരുന്ന ഒരു ദൈവമുണ്ട്. അടുത്തത്, ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. അത് ശ്രദ്ധിക്കണം. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഇത് ചിലരൊക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രാർത്ഥനയാണ് നല്ലത്, ആ പ്രാർത്ഥന ശരിയല്ല. നമ്മൾ പറയില്ലേ, ചിലർ പറയും നിങ്ങൾ ഈ പ്രാർത്ഥന മാത്രം കൂടാവുള്ളൂ. അതൊന്നുമല്ല യഥാർത്ഥ പ്രാർത്ഥന. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാം നല്ലതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇവിടുത്തെ പ്രാർത്ഥന മാത്രമല്ല പങ്കെടുക്കുന്നത്, വിവിധ സ്ഥലങ്ങളിൽ ദൈവാനുഗ്രഹമുള്ള ശുശ്രൂഷകർ, വൈദികർ, പലതരം പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉണ്ട്. ഇത് മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ, ഇത് മാത്രമേ ചെല്ലാവുള്ളൂ, ഇവിടെ മാത്രമേ ഇങ്ങനെ വരാവുള്ളൂ, അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ആ പ്രാർത്ഥനയും ഇതിനേക്കാൾ നല്ലതാണ്. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ പ്രാർത്ഥന മാത്രമേ നല്ലതുള്ളൂ, ഇതൊന്നും ചെല്ലാൻ പാടില്ല. ഈ പ്രാർത്ഥന കത്തോലിക്കരുടെ പ്രാർത്ഥനയാണ്, അത് ഓർത്തഡോക്സുകാരുടെ പ്രാർത്ഥനയാണ്, അത് യാക്കോബിറ്റുകാരുടെ പ്രാർത്ഥനയാണ്. അതൊക്കെ ഞങ്ങളൊന്നും CSIക്കാരുടെ പ്രാർത്ഥനയാണ്. ഇത് അവരുടെ പ്രാർത്ഥന, ഇത് ആ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രാർത്ഥനയാണ്. നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഓരോ പ്രാർത്ഥനയും നല്ലതാണ്. ഓരോ രീതിയിലുള്ള ഓരോ പ്രാർത്ഥനയും ഓരോ അനുഗ്രഹത്തെ കൊണ്ടുവരാൻ കഴിവുള്ളതാണ്. ഹല്ലേലൂയ. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. ഒന്നും കൂടെ വായിച്ചേ, ഓരോന്നും യഥാകാലം. എപ്പോഴേലും അല്ല, അവൻ ആവശ്യമായ സമയത്ത് നന്മയായി, നല്ല ഒരു അനുഗ്രഹമായി തെളിഞ്ഞു വരും. ഹല്ലേലൂയ. തെളിയുമെന്ന് പറഞ്ഞാൽ ആകാശത്ത് മഴവില്ല്, നമ്മൾ പറയും ഇന്നലെ വരെ ഇല്ലായിരുന്നു, ഇപ്പോൾ നോക്കിപ്പോണ്ടും നല്ല മഴവില്ല്, അത് തെളിഞ്ഞു വന്നതാ. ആകാശത്ത് മഴവില്ല് തെളിയുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് നന്മകൾ തെളിഞ്ഞു വരും. ഹല്ലേലൂയ. ഓയ്യോ, ആരും പറയല്ലേ ഈ ഡെയിലി ബ്ലെസ്സിങ് മാത്രമേ നിങ്ങൾ കാണാവുള്ളൂ, നിയോഗ പ്രാർത്ഥന മാത്രമേ ചെല്ലാവുള്ളൂ. ഓരോന്നും നല്ലതാണ്. വേറൊരു സ്ഥലത്ത് നിങ്ങൾ നല്ലൊരു പ്രാർത്ഥന പരിചയപ്പെട്ടോ, അത് നല്ലതാണ്. അപ്പുറത്തൊരു സ്ഥലത്ത് മുട്ടിലഴഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, വേറൊരു സ്ഥലത്ത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, നല്ലതാണ്. അവിടെ ഉടമ്പടി എടുത്താണ് പ്രാർത്ഥിക്കുന്നത്, അവിടെ മുട്ടിലഴഞ്ഞാണ്, നല്ലതാണ്. ബൈബിൾ പറയുന്നു, ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോന്നിനും ഫലമുണ്ട്. എഴുതിയിട്ടുണ്ടോന്ന് വായിച്ചേ, ഓരോന്നും യഥാകാലം നന്മയായി തെളിഞ്ഞു വരും. ഹല്ലേലൂയ. അതാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെയോ 35-ാമത്തെ വാക്യം, അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന്റെ നാമത്തെ വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഓരോന്നിനും ഫലമുണ്ട്. ഇവിടെ ഞാൻ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ദൈവം ഓരോ കാര്യത്തിന് വേണ്ടി ഓരോ തരത്തിലാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞേ, ഒരുപോലെ പ്രാർത്ഥിക്കാനല്ല പറഞ്ഞേ. ഞാൻ വായിക്കാം. പുറപ്പാട് പുസ്തകം
14 അധ്യായം, പുറപ്പാട് പുസ്തകം 14 അധ്യായം ഒന്നെടുക്കുവാണ്. 14 അധ്യായം 26 മുതലുള്ള വാക്യമാണ്. ശ്രദ്ധിക്കണം, ഇത് ഓരോന്നും യഥാകാലം അനുഗ്രഹമായിട്ട് വരുമെന്ന് പറയാനാണ് ഈ വചനം വായിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. പുറപ്പാട് പുസ്തകം 14 അധ്യായം 26 വാക്യം. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു. ശ്രദ്ധിച്ചോ, കർത്താവ് ആരോട് പറഞ്ഞു? മോശയോട് പറഞ്ഞു, നിന്റെ കരം കടലിനു മീതെ നീട്ടുക. അതായത് ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെ നടന്ന് ചെങ്കടലിൻ്റെ സമീപത്ത് വന്ന് നിൽക്കുകയാണ്. മുന്നോട്ട് പോകാൻ അവർക്ക് മറ്റു വഴികളൊന്നുമില്ല. ചിലർ പിറുപിറുക്കുന്നു, ചിലർ മോശയ്ക്കെതിരെ വർത്താനം പറയുന്നു, ചിലർ എതിരാകുന്നു. ഭയങ്കര പ്രതിസന്ധിയാണ്. അപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, എങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു? നിന്റെ കരം, നിന്റെ കൈ, നിന്റെ വിശുദ്ധ കരം കടലിനു മീതെ ആ പ്രതിസന്ധിക്ക് നേരെ നീട്ടുക. മടക്കി വെക്കാനല്ല, കൈ നീട്ടുക. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്തിനാ ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നേ? വർഷങ്ങൾക്ക് മുമ്പ് ചില പ്രതിസന്ധികൾ വെളിപ്പെട്ടപ്പോൾ ദൈവം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, നിന്റെ വിശുദ്ധ കരം ഉയർത്തുക, വിശുദ്ധ കരത്തെ നീട്ടിപ്പിടിക്കുക. ഹല്ലേലൂയ. ഈ കരം ഉയർത്തി പ്രാർത്ഥിക്കാൻ ആരും പിശുക്ക് കാണിക്കണ്ട. കരം, വിശുദ്ധ കരം ഉയർത്തുക, നീട്ടിപ്പിടിക്കുക. വെള്ളം മടങ്ങി വന്ന് ഈജിപ്തുകാരുടെയും അവരുടെ തേരുകളെയും കുതിരപ്പടയാളികളെയും മൂടട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരത്ഭുതം നടക്കാൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാ? കരം നീട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം വന്നപ്പം എല്ലാം ഒരേപോലെ പ്രാർത്ഥിക്കാനാണോ പറഞ്ഞേ? അടുത്ത ഭാഗം ജോഷുവയുടെ പുസ്തകം 3 അധ്യായം. ഇതുപോലൊരു പ്രതിസന്ധി വന്നപ്പം എങ്ങനെയാ പ്രാർത്ഥിക്കാൻ പറഞ്ഞേ? 14 മുതലുള്ള വാക്യം. ജോഷുവയുടെ പുസ്തകം 3 അധ്യായം 14 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. അതൊരു മിനിറ്റ് വായിക്കുന്നതിന് മുമ്പ് 12 വാക്യം തൊട്ടൊന്ന് വായിച്ച്. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഇത് ചെങ്കടല് പോലെ ജോർദാൻ നദിയുടെ കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദിയുടെ സമീപത്ത് നിൽക്കുമ്പോൾ ഇതേ ദൈവം കൈ നീട്ടാൻ പറഞ്ഞില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കുക, വേറൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ച്. എന്നാൽ ഇങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോഴെല്ലാം ഒരേപോലെ പ്രാർത്ഥിക്കാനല്ലേ പറയണ്ടേ? ഇതാ മറ്റൊരു രീതി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എങ്ങനെ പ്രാർത്ഥിക്കാനാ പറഞ്ഞത്? 12 വാക്യം. ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് ഗോത്രത്തിന് 1 വീതം 12 പേരെ തിരഞ്ഞെടുക്കുക. അപ്പം നേരത്തെ മോശയോട് പറഞ്ഞു 12 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞില്ല. ആരോടും ഒപ്പം നിന്ന് ഉപവാസം എടുക്കാൻ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു, നിന്റെ വിശുദ്ധ കരം ഉയർത്തി കടലിന് മീതെ നീട്ടി പ്രാർത്ഥിക്കുക. അത് അന്നവിടെ ചെങ്കടലാണെങ്കിൽ ഇവിടെ ജോർദാൻ നദിയാണ്. ഇവിടെ പറയുന്നില്ല നിന്റെ വിശുദ്ധ കരം ഉയർത്തുക, പറയുന്നില്ല. പിന്നെയോ 12 പേരെ തെരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തെരഞ്ഞെടുക്കുവിൻ. ഭൂമി മുഴുവന്റെയും നാഥനായ കർത്താവിന്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ. ഇവിടെ ഒരു അത്ഭുതം നടക്കാൻ പുരോഹിതന്മാരെ കൊണ്ടുവരാൻ പറഞ്ഞു. നേരത്തെ ഒരു സ്ഥലത്ത് പുരോഹിതന്മാരെ കൊണ്ടുവരാനൊന്നും പറഞ്ഞില്ല. മോശയോട് പറഞ്ഞു, നീ നിന്റെ വിശുദ്ധ കരം ഉയർത്തി പ്രാർത്ഥിക്കുക, കൈ നീട്ടിപ്പിടിക്കുക. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു പുരോഹിതന്മാരെ കൊണ്ടുവരാൻ പറഞ്ഞു. ഓരോ പ്രാർത്ഥനയും ഒരനുഗ്രഹമാണ്. വ്യത്യസ്ത പ്രാർത്ഥന അവിടെ നടക്കുന്നത്. പുരോഹിതന്മാരെ കൊണ്ടുവരാൻ പറഞ്ഞു. പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ, അവരുടെ കാല് ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കും. 14 വാക്യം വായിക്കുവാണ്. ഇവിടെ കൈ നീട്ടാൻ പറഞ്ഞില്ല. ഇവിടെ വാഗ്ദാന പേടകം, പുരോഹിതന്മാരെ വാഗ്ദാന പേടകം കൊണ്ടുവരാൻ പറഞ്ഞു. വേറൊരു രീതിയിൽ പ്രാർത്ഥിച്ചു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞില്ലേ, ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കാവുള്ളൂ. ആ പ്രാർത്ഥന മാത്രമേ ചൊല്ലാവുള്ളൂ. വേറൊരു പ്രാർത്ഥനയും ചൊല്ലിയേക്കരുത്. അത് ശരിയാകത്തില്ല. അത് വേറൊരു ബന്ധനമായി മാറും. ഇല്ല, ഓരോ പ്രാർത്ഥനയും നല്ലതാണ്. അത് നിങ്ങൾക്ക് ഏത് പ്രാർത്ഥിക്കുമ്പോഴാണ് കുറെ കൂടി കോൺഫിഡൻസ് ഉണ്ടാകുന്നത്? ഏത് പ്രാർത്ഥന ചൊല്ലിയപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടായത്? ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഏത് പ്രാർത്ഥന അത് നല്ലതാണ്. യഥാകാലം അത് നന്മയായി അനുഗ്രഹമായി ആകാശത്ത് മഴവില്ല് പോലെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തെളിഞ്ഞു വരും.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, ഇനി എങ്ങനെയാ പ്രാർത്ഥിക്കാൻ പറഞ്ഞെന്ന്. തങ്ങൾക്ക് മുൻപേ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ടു പോകുന്ന പുരോഹിതന്മാരുടെ കൂടെ ജനം ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ തെരഞ്ഞെടുത്ത് ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ കൂടാരത്തിൽ നിന്ന് പുറപ്പെട്ടു. 15-ാമത്തെ വാക്യം, വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. അപ്പം നേരത്തെ കൈയാ ഉയർത്തിയെങ്കിൽ ഇപ്പൊ കാല് വെള്ളത്തെ തൊട്ടപ്പോഴാ ദൈവപ്രവൃത്തി നടന്നേ. നേരത്തെ എങ്ങനെ മോശയോട് ദൈവം നീ കരം ഉയർത്തി പ്രാർത്ഥിക്കുക, കാലുമായി ബന്ധപ്പെട്ടതൊന്നും പറഞ്ഞില്ല. ഇവിടെ കൈയുമായി ബന്ധപ്പെട്ടതൊന്നും പറഞ്ഞില്ല, ഇവിടെ കാലുമായി ബന്ധപ്പെട്ടതാ പറഞ്ഞത്. അവരുടെ കാൽ ജോർദാൻ നദിയുടെ തീരത്ത് ആ വെള്ളത്തെ തൊടുമ്പോൾ, പാദങ്ങൾ സ്പർശിക്കുമ്പോൾ, 16-ാമത്തെ വാക്യം, വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. ആമേൻ. അവിടെ ദൈവപ്രവർത്തികൾ, ഓരോ പ്രാർത്ഥനകൾ ദൈവം ഓരോ സ്ഥലത്ത് വ്യത്യസ്ത രീതിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെയെല്ലാം ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ തുടങ്ങി. ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോന്നും യഥാകാലം അനുഗ്രഹമായി തെളിഞ്ഞു വരും. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാണും, ഇവിടെ എഴുതിയിടണം, ഇവിടെ പാത്രത്തിനകത്തിടണം, ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം, നിയോഗ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. അത് നല്ലതാണ്. വേറൊരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അവിടെ മറ്റൊരു രീതിയിൽ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാനാ പറയുന്നത്. ഇതെന്താ അവിടുത്തെ പ്രാർത്ഥന ഇവിടുത്തെ പ്രാർത്ഥന വ്യത്യാസമായിട്ടിരിക്കുന്നേ? അത് ദൈവം കൊടുത്ത അനുഗ്രഹിച്ച മറ്റൊരു പ്രാർത്ഥനയാണ്. അതും നല്ലതാണ്, ഇതും നല്ലതാണ്. ബൈബിൾ പറയുന്നു ഒന്ന് വേറൊന്നിനേക്കാൾ മോശമാണെന്നൊന്നും പറയാനൊക്കത്തില്ല. എല്ലാം നല്ലതാണ്. അത് യഥാകാലം അനുഗ്രഹമായി അത് തെളിഞ്ഞു വരും. നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങളും ഇന്ന് ഒത്തിരി ത്യാഗത്തോടെ പ്രാർത്ഥിച്ചവരാ. പരിശുദ്ധ കുർബാന 7 ആശീർവാദത്തോടെ എടുത്തുയർത്തി മുന്നോട്ട് പോയപ്പോൾ പേരുകൾ പറഞ്ഞ് നിയോഗം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിക്കുന്നു അത് ചില അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ തെളിഞ്ഞു വരാൻ ബൈബിൾ പറയുന്ന ഓരോന്നിനും പ്രതിഫലമുണ്ട്. യഥാകാലം ഓരോന്നും തെളിഞ്ഞു വരും. ഒരു കരം ഉയർത്തി എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, ഓരോന്നിനും ഒരു നന്മ തെളിഞ്ഞു വരും. ഒരനുഗ്രഹം ജീവിതത്തിൻ്റെ മുകളിൽ, പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മുകളിൽ തെളിഞ്ഞു വരും. അങ്ങനെ ഒരു വാക്യമില്ലേ? അങ്ങനെയല്ലേ വായിച്ചേ? ഓരോന്നും യഥാകാലം. യഥാകാലം എന്ന് പറഞ്ഞാൽ ഉചിതമായ സമയത്ത് നന്മയായി തെളിഞ്ഞു വരും. ഇപ്പോൾ ഇവിടെ 13,000-ത്തിലധികം കുട്ടികളുടെ പേര് നിയോഗവും ഇവിടെയുണ്ട്. ഏകദേശ കണക്ക്. ഇത് അടുത്ത ആഴ്ചത്തേക്ക് ഇതെല്ലാം ഫലമാകുമെന്നല്ല, ഓരോന്നും യഥാകാലം. അവർക്ക് നല്ല വിജയം ഉണ്ടാകണം, നല്ല സ്വഭാവം ഉണ്ടാകണം, നല്ല പെരുമാറ്റം ഉണ്ടാകണം. വേണ്ടേ? നല്ല പെരുമാറ്റം വേണം. പിന്നെയോ അവരുടെ വിവാഹം ഉചിതമായ സമയത്ത് നടക്കണം. അവർ നല്ല ഒരു സ്ഥാനത്ത് എത്തേണ്ട സമയത്ത് എത്തണം. 10-25 വയസ്സാകുമ്പോഴത്തേക്കും അവർക്കൊക്കെ ഒരു സ്വന്തം കാലം നിൽക്കാൻ പാകത്തിന് അവരെത്തണം. അവരുടെ ജീവിതത്തെ നോക്കി നമുക്ക് നിരാശപ്പെടേണ്ടതോ കരയേണ്ടതോ വരരുത്. ഓരോന്നും യഥാകാലം നന്മയായി. ആ വാക്ക് പറഞ്ഞ് നന്മയായി തെളിയും. അതാ എഴുതിയിട്ടുള്ളത്. ഓരോ തരത്തിൽ പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണ്. അടുത്തൊരു ഭാഗം കൂടി ഞാൻ വായിക്കുവാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരേ ദൈവം 2 രീതി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആദ്യം അവരുടെ മുമ്പിലുണ്ടായിരുന്ന ചെങ്കടലാണ്. അപ്പോൾ പറഞ്ഞു, മോശ നിന്റെ വിശുദ്ധ കരമുയർത്തി പ്രാർത്ഥിക്കുക. ഇവിടെ ജോഷുവയുടെ പുസ്തകത്തിൽ എഴുതി പറഞ്ഞു, കൈ ഉയർത്താനൊന്നും പറഞ്ഞില്ല. വാഗ്ദാന പേടകം കൊണ്ടുപോവാ, 12 പേരെ തിരഞ്ഞെടുക്ക്. അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കാൽപാദം ജോർദാൻ നദിയുടെ തീരത്ത് വെള്ളത്തെ സ്പർശിക്കുമ്പോൾ ഒഴുക്ക് നിലച്ചോളും. ഓരോ രീതിയിൽ പ്രാർത്ഥിച്ചു. ഇനി മറ്റൊരു രീതിയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ ജെറീക്കോ പട്ടണത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ ഇത് രണ്ടും വേറെ രീതി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. ആദ്യം കരമുയർത്താൻ പറഞ്ഞു, രണ്ടാമത് വാഗ്ദാന പേടകം കൊണ്ടുവരാൻ പറഞ്ഞു. ഇതാ മറ്റൊരു രീതിയിലൊരു പ്രാർത്ഥന. ഓരോ ദൈവപ്രവൃത്തി ഓരോ രീതിയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. എല്ലാം നല്ലതാണ്, ഓരോന്നും അനുഗ്രഹത്തിന് കാരണമാകും. 6-ാം അധ്യായം 1 മുതലുള്ള വാക്യം, ഇസ്രായേൽ ജനത്തെ ഭയന്ന്
ജെറീക്കോ പട്ടണം അടച്ചു ഭദ്രമാക്കിയിരുന്നു. ഇവിടെ വേറൊരു പ്രശ്നമാണ്. ജോർദാൻ നദിയില്ല, ഇവിടെ ചെങ്കടലുമില്ല. ഇവിടെയുള്ളത് ജെറീക്കോ പട്ടണമാണ്. അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീക്കോ പട്ടണം അടച്ച് പൂട്ടി ഭദ്രമാക്കിയിരുന്നു. ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല. ഇനി മൂന്നാമത്തെ വാക്യം. ഇനി ഏത് രീതിയിലാണ് ഇവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പ്രാർത്ഥിച്ചെന്നറിയാമോ? നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. ഇത് വേറൊരു പ്രാർത്ഥനയാ പറഞ്ഞത്. ഇപ്പോൾ വേറൊരു രീതിയിലുള്ള ഒരു പ്രാർത്ഥന, ചുറ്റും നടക്കാൻ പറഞ്ഞു. ഇത് ചെങ്കടൽ വെളിപ്പെട്ടപ്പോൾ ഇത് പറഞ്ഞില്ല. ജോർദാൻ നദിയുടെ മുമ്പിൽ നിന്നപ്പോഴും ചുറ്റും നടക്കാൻ പറഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ പ്രതിസന്ധി വന്നപ്പോൾ പറയുവാണ്, നിങ്ങൾ ജെറീക്കോ പട്ടണത്തിൻ്റെ ചുറ്റും നടക്കണം. നടന്നാൽ എങ്ങനെ ശരിയാവോ? പ്രാർത്ഥനയോടെ നടക്കുന്നത് അത് നേടിയെടുക്കാൻ കാരണമാകും. ചിലരൊക്കെ ഒരു നല്ല ജോലി കിട്ടാൻ, ഒരു രാജ്യത്ത് പോകാൻ പാസ്പോർട്ടുമായി പ്രാർത്ഥനയോടെ ചില സർട്ടിഫിക്കറ്റുകളുമായിട്ട് നടന്നാ വന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾ പ്രാർത്ഥനയോടെ നടന്നാൽ അത് നടന്ന് നേടിയെടുത്തിരിക്കും. പ്രാർത്ഥനയോടെ നടന്നതൊക്കെ അവരുടെ കയ്യിൽ യാഥാർത്ഥ്യമായി ദൈവം ഒരുക്കി കൊടുത്തിരിക്കും. ഒരു വീട് പണിയാൻ വേണ്ടി മണ്ണുമായി നടന്നവരുണ്ട്, സ്ഥലത്തിൻ്റെ പ്രമാണമായി നടന്നവരുണ്ട്, ഇത് വിൽക്കാൻ വേണ്ടി, കടബാധ്യത മാറാൻ വേണ്ടി സ്ഥലം നടന്നവരാണ്. ചില നടപ്പുകൾ പ്രാർത്ഥനയോടെ നടക്കുന്നത് വലിയൊരു വിടുതലിനെ കൊണ്ടുവരും. അപ്പം ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ കൈ ഉയർത്താൻ പറഞ്ഞില്ല, വാഗ്ദാന പേടകം കൊണ്ടുവരാൻ പറഞ്ഞില്ല. ഇപ്പൊ വേറെ രീതി പ്രാർത്ഥിക്കാനാ പറയുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കാനാ പറഞ്ഞത്? നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. പട്ടണത്തിന് ചുറ്റും നടക്കണം. പിന്നെയോ ഇങ്ങനെ 6 ദിവസം ചെയ്യണം. ഒരു നിയോഗം കൊടുക്കുവാണ്. ഇങ്ങനെ എപ്പോഴേലും ഒരു സമയം കിട്ടുമ്പോഴല്ല, ഇങ്ങനെ 6 ദിവസം ചെയ്യണം. എത്ര ദിവസം ചെയ്യണം? 6 ദിവസം. നിശ്ചിത ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കണം. 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലൂടെ നടക്കണം. വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലൂടെ കാഹളം പിടിച്ചോണ്ട് നടക്കണം. അയ്യോ, ആരേലും ഒക്കെ കളിയാക്കൂലേ? അയ്യോ, അവരൊക്കെ കണ്ട എന്നാ വിചാരിക്കും? ഞങ്ങളൊക്കെ എന്തോ പ്രശ്നമുള്ളവരാന്ന് ചിന്തിക്കില്ലേ? ഇയാൾക്ക് തലയ്ക്കെന്തോ പ്രശ്നമുണ്ടെന്ന് ചിന്തിക്കില്ലേ? ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയ്ക്കും പാട്ടും ആരാധനയൊക്കെ ആയിട്ട് നടന്നാൽ, അയ്യോ, ഞങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഇങ്ങനെ നടന്നാൽ നാട്ടുകാർ ഞങ്ങളെക്കുറിച്ച് എന്നാ പറയും? നമ്മുടെ ചിന്ത നാട്ടുകാരെന്നാ പറയുമെന്നാണ്. ദൈവം നമ്മളെക്കുറിച്ച് എന്നാ പറയുന്നേ? നോക്ക്, 6 ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലം പതിക്കും. പട്ടണത്തിന്റെ അവിടെ അപ്പോൾ ദൈവപ്രവൃത്തി നടക്കും. ചില കാര്യങ്ങളെ നോക്കൂ, 3 രീതിയിലാണ് പ്രാർത്ഥിച്ച്. 1, കരം ഉയർത്തി പ്രാർത്ഥിച്ചു. 2, വാഗ്ദാന പേടകം പുരോഹിതന്മാർ കൊണ്ടുവന്ന് ജോർദാൻ നദിയിൽ കൂടെ തൊട്ടു പ്രാർത്ഥിച്ചു. ഇതോ നടന്നു പ്രാർത്ഥിച്ചു. ഓരോ പ്രാർത്ഥനയും ഒരനുഗ്രഹത്തെയാണ് കൊണ്ടുവന്നേ. ഓരോന്നും നല്ലതാണ്, ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി എന്തു ചെയ്തു അവരാരും ഇങ്ങനെ ഇവിടെയുള്ള ബുദ്ധിമാന്മാരെല്ലാം കൂടെ കൂട്ടമായി കമ്മിറ്റി കൂടി ഇങ്ങനെ ചിന്തിച്ചൊന്നുമില്ല. ഇതൊക്കെ വട്ടുപരിപാടിയാണ്, ഇതൊക്കെ മനുഷ്യനെ പറ്റിക്കുന്ന എന്തോ പരിപാടിയായിട്ട് ഇവർ ഇറങ്ങിയതാണ്. ആരും പറഞ്ഞില്ല. നമ്മളാണെ പറയില്ല, എന്തോ തട്ടിപ്പ് പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, കുറേ പാട്ടും കൂത്തുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഇവരെന്ത് ചെയ്തു? 15-ാമത്തെ വാക്യം 15-ാമത്തെ വാക്യം വായിക്കുന്നതിന് മുമ്പ് 11-ാമത്തെ വാക്യം വായിച്ചേ. അങ്ങനെ കർത്താവിന്റെ പേടകം പട്ടണത്തിന് 1 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു. 12-ാമത്തെ വാക്യം. പിറ്റേ ദിവസം അതിരാവിലെ ജോഷു. 13-ാമത്തെ വാക്യം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളങ്ങൾ സദാ. അവർ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചപ്പോ ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകാൻ തുടങ്ങി. നിങ്ങളും ഈ ആലയത്തിൽ വരുമ്പോൾ
ഈ പ്രാർത്ഥന വിശ്വാസത്തോടെയാണോ നിങ്ങൾ ഏറ്റെടുത്തത്? ചില ദൈവപ്രവർത്തികൾ പ്രാർത്ഥിക്കുന്ന സമയത്തു തന്നെ അപ്പുറത്ത് സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ പ്രാർത്ഥന നടക്കുന്ന അതേ സമയത്ത് അപ്പുറത്ത് അത്ഭുതം നടക്കാൻ തുടങ്ങി. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഗ്രഹത്തിൻ്റെ ഒരു വാതിൽ തുറക്കുകയല്ലെന്ന് ആര് പറഞ്ഞു? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 1000 കിലോമീറ്റർ അപ്പുറത്തുള്ള എൻ്റെ വീടിനകത്തൊരു ദൈവപ്രവൃത്തിയെ, ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ ദൈവം തുറക്കുകയല്ലെന്ന് ആര് പറഞ്ഞു? ഇതാ ബൈബിൾ പറയുന്നു, അവർ നിയോഗത്തോടെ 7 പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ച അതേ സമയത്ത് അപ്പുറത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ഓരോന്നും യഥാകാലം നന്മയായി തെളിഞ്ഞു വരും. വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് കണ്ണുകളെ അടച്ച്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടു, കണ്ടു, മനസ്സിലാക്കി. ഇതെന്തോ ഒരു അനുഗ്രഹത്തിനായി ദൈവം ഒരുക്കിയതാണ്. ഇതെന്നെ ദൈവം കേൾപ്പിച്ചതാണ്. അവരുടെ പ്രാർത്ഥനയൊന്നും ഞങ്ങൾ ചെല്ലാറില്ല, ഞങ്ങൾ ഇത് മാത്രമേ ചെല്ലാറുള്ളൂ. ഓരോ പ്രാർത്ഥനയും നല്ലതാണ്. ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. അടുത്ത ഭാഗമാണ് എന്ന് പറഞ്ഞ്, ഓരോന്നും യഥാകാലം നന്മയായി. ആ വാക്കുറക്കെ പറഞ്ഞു, ഓരോന്നും യഥാകാലം നന്മയായി തെളിഞ്ഞു വരും. നമുക്കൊന്ന് എഴുന്നേറ്റു നിൽക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റു നിന്ന് ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാനായി ഒരുങ്ങുകയാണ്. ഇന്ന് കേട്ട വചനങ്ങൾ മനസ്സിലാകുന്ന വിധത്തിൽ ആ ഹൃദയത്തിൽ ഉറപ്പിച്ച് നമുക്കിങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നേ. ഓരോ തരത്തിലാണ് പ്രാർത്ഥിച്ച് കണ്ണുകളൊക്കെ നടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇനി നമ്മൾ കുറച്ചു സമയം പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുവാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിൽ കണ്ടേ, എൻ്റെ ദൈവം എൻ്റെ ആവശ്യങ്ങളെ യഥാസമയം നിറവേറ്റും. എനിക്ക് വീടില്ല, എനിക്കൊരു ജോലിയില്ല, എനിക്കൊരു വാഹനമില്ല, എൻ്റെ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല, എൻ്റെ മകൻ്റെ വിവാഹം, മകളുടെ വിവാഹം നടന്നില്ല. ഓരോന്നും പറഞ്ഞ് യഥാകാലം നന്മയായി തെളിയും, മാറി വരും. അയ്യോ, എൻ്റെ വിസ മാത്രം, എനിക്ക് മാത്രം വിസ കിട്ടിയില്ലല്ലോ, എനിക്ക് മാത്രം വിസ പാസ്പോർട്ട് റിജക്റ്റ് ആയല്ലോ, എൻ്റെ കാര്യം മാത്രം, എൻ്റെ കൂടെയുള്ള 10 പേരും പോയി, എനിക്ക് മാത്രം കിട്ടിയില്ല, എന്തോ എനിക്കൊരു പ്രശ്നമുണ്ട്. അവരും ഇവരും ഒക്കെ അവരുടെ സമയത്തൊക്കെ നടക്കട്ടെ. നിനക്ക് യഥാകാലം അത് അനുഗ്രഹമായിട്ട് വരും. ഇവിടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരെഴുതി വെച്ചത് കേവലം ഒരു 10 മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഒരു 10 മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ അവരുടെ ജീവിതത്തിൽ ആയുഷ്കാലം മുഴുവൻ ഒരു അനുഗ്രഹമായി അവർ മാറണം. അവരൊരനുഗ്രഹമായി മാറണം. ഓരോന്നും യഥാകാലം നന്മയായി മാറണം. അവരുടെ ജീവിതത്തിൽ അവർ രക്ഷപ്പെടാൻ ഒക്കണം. അതിനുവേണ്ടിയായി ഈ വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശബ്ദമുയർത്തി തൊണ്ണ പൊട്ടുന്ന വിധത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ എന്തെങ്കിലുമൊക്കെ മൈക്കുള്ളത് കൊണ്ടും നല്ല ബോക്സുകളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടും ചുമ്മാ അങ്ങ് വായി തോന്നുന്നത് പോലെ ഏതാണ്ടൊക്കെയോ വിളിച്ചു പറഞ്ഞ് സമയം തികയ്ക്കുകയല്ല. പത്രത്തിൽ വന്ന വിശേഷങ്ങളൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ പ്രസംഗിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുകയല്ല. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഒരു ഭക്ഷണം പോലെ പ്രാർത്ഥനയോടെ വിളമ്പുന്ന സമയമാണ്. ആ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, ഓരോന്നിനും ഫലമുണ്ട്. ഓരോ പ്രാർത്ഥനയ്ക്കും. നിങ്ങൾ ഈ വാക്യം മറന്നുപോയോ? അനേകരുടെ മുമ്പിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. ഇതൊക്കെ ഒന്ന് എല്ലാവരും ഏറ്റെടുത്ത് ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല.
ഓരോന്നിനും അതിൻ്റേതായ പ്രതിഫലമുണ്ട്. എല്ലാ കണ്ണുകളും അടയ്ക്കുമ്പോൾ പാസ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, സ്ഥലത്തിൻ്റെ പ്രമാണം എടുത്തു വച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ജീവിതവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെ എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്നതാ പഠിക്കേണ്ടത്, ഈ രാജ്യത്തു നിന്ന് മാറിപ്പോകണോ, ഇവിടെ തന്നെ നിൽക്കണോ, ജോലിക്ക് പോകണോ, പഠിക്കണോ, പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ആ നിയോഗത്തെ മനസ്സിലോർത്ത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പ്രിയപ്പെട്ടവരെ, ഒരു ചെടി നിൽക്കുന്നത്, അതിൻ്റെ വേര് മുഴുവൻ നിൽക്കുന്നത് മണ്ണിനകത്താണ്. ആ മണ്ണിന് പറയാനുള്ളത് സങ്കടത്തിൻ്റെ കഥകളാണ്. ആ മണ്ണ് മുഴുവൻ, ആ വേര് മുഴുവൻ പറ്റിയിരിക്കുന്നത് മണ്ണാണ്, ചെളിയാണ്. പക്ഷേ അതിൻ്റെ ആ വേരുള്ളത് കൊണ്ടാണ് കുഞ്ഞെ അതിൻ്റെ മുകളിലൊരു നല്ല പൂക്കളുണ്ടായിരിക്കുന്നത്. ഇതുപോലെ മാതാപിതാക്കളെ, പ്രാർത്ഥനയിൽ നിൽക്കുന്നവരെ, ശുശ്രൂഷക്കാരെ, നമ്മളെ പോലെയുള്ള ചില ആളുകൾ ചെടിയുടെ വേര് മണ്ണിനകത്ത് പുതഞ്ഞു നിൽക്കുന്നത് പോലെ ത്യാഗമെടുത്തും യാത്ര ചെയ്തും കണ്ണുനീരൊഴുക്കിയും പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തെ, ചില നന്മകളെ ദൈവം ജീവിതത്തിൻ്റെ മുകളിൽ കൊണ്ടുവരാതിരിക്കില്ല. ചില അനുഗ്രഹങ്ങൾ അവിടെ വിരിയാതിരിക്കില്ല. ചില നന്മകൾ ഉണ്ടായി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. നിങ്ങളൊക്കെ ഈ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ പോകാൻ സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കുന്നവരാണോ? പഠിക്കണം, ജോലിക്ക് പോകണം, ഇസ്രായേലിൽ പോകണം, ഈ ഭാഷ പഠിക്കണം ആഗ്രഹിച്ചിരിക്കുന്നവരാണോ? അല്ല, നല്ലൊരു ജോലി വേണം, എല്ലാവരോടും വിദേശത്ത് പോകാൻ സപ്പോർട്ട് ചെയ്തിങ്ങനെ പ്രസംഗിക്കുമല്ല. ഓരോ മനുഷ്യൻ്റെയും ചില സ്വപ്നങ്ങളുണ്ട്. ഞാൻ രക്ഷപ്പെട്ടിട്ട് വേണം എൻ്റെ വീടൊന്ന് രക്ഷപ്പെടാൻ, ഞാൻ രക്ഷപ്പെട്ടാലേ എൻ്റെ വീടിനെ ഒന്ന് കരകയറ്റാൻ പറ്റത്തുള്ളൂ. ചില മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ പിള്ളേരൊന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതിയായിരുന്നു, എൻ്റെ പിള്ളേരൊന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കണ്ടാൽ മതിയായിരുന്നു. പ്രാർത്ഥിച്ച് ഇതെല്ലാം ഒരു അനുഗ്രഹമായി തെളിഞ്ഞു വരുന്നേ. ഓരോ പ്രാർത്ഥനയും ഫലമുണ്ട്. ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിനൊക്കെ ചില ദൈവ പ്രവർത്തികളെ ദൈവം അതിനകത്ത് വെളിപ്പെടുത്തി കൊണ്ടുവരും. എല്ലാ കരങ്ങളും ഒന്ന് ഹൃദയത്തോട് ചേർത്ത്, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു എന്നെനിക്കറിയാൻ ഇടവരട്ടെ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് എനിക്ക് അനുഭവിക്കാൻ ഇടയാകട്ടെ. ചെളി പുരണ്ട വേരുകളാണ് ഭംഗിയുള്ള പൂക്കളെ സമ്മാനിക്കുന്നത്. പ്രാർത്ഥനയുള്ള മനുഷ്യരാണ്, ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരാണ് അനുഗ്രഹമുള്ളൊരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഭംഗിയുള്ള പുഷ്പങ്ങൾ ഉണ്ടാകാൻ കാരണം ചെളിപുരണ്ട വേരുകളാണെന്ന് ആരും മറന്നു പോകരുത്. ആ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് എല്ലാവരും പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. സഹിക്കാൻ പറ്റാത്തതിലധികം സങ്കടങ്ങൾ ഉള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. ഭംഗിയുള്ള ഒരു മുഖമുണ്ടാകാൻ വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്, ഭംഗിയുള്ളൊരു മനസ്സുണ്ടാകാൻ വേണ്ടി കൂടിയാണ്. ഭംഗിയുള്ള മുഖമുണ്ടാകാൻ വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്. ഭംഗിയുള്ളൊരു മുഖം ഉണ്ടാവണം, പക്ഷെ ഭംഗിയുള്ള മുഖവും ഭംഗിയുള്ളൊരു മനസ്സും വേണം നിങ്ങൾക്ക്. ഭംഗിയുള്ളൊരു ശരീരം മാത്രം പോരാ, ഭംഗിയുള്ളൊരു പേഴ്സണാലിറ്റി കൂടി വേണം, ഭംഗിയുള്ളൊരു വ്യക്തിത്വം. ഇത് രണ്ടും പ്രാർത്ഥിച്ച് ഭംഗിയുള്ളൊരു മുഖം. ചിലർ ഭംഗിയുള്ള മുഖം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇയാളുടെ സ്വഭാവം മോശമാണ്, അയാൾക്ക് ഭംഗിയുള്ളൊരു മുഖം മാത്രമേ ഉള്ളൂ, അയാളുടെ മനസ്സിനത്രയും ഭംഗിയില്ല. ഭംഗിയുള്ളൊരു ശരീരമുണ്ട്, പക്ഷേ അയാളുടെ സ്വഭാവം, സ്വഭാവം പ്രവൃത്തിയൊക്കെ ഭംഗിയുള്ളതല്ല. ചിലരെ ആദ്യം സ്നേഹിച്ചു, പിന്നീട് ഭയങ്കരമായി വെറുത്തു. ഭംഗിയുള്ള മുഖമില്ലാത്തത് കൊണ്ടല്ല വെറുത്തത്, ഭംഗിയുള്ളൊരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ടാണ്, ഭംഗിയുള്ളൊരു മനസ്സില്ലാത്തതുകൊണ്ടാണ് ചിലരെ വെറുത്ത് മാറ്റിയത്, ചിലരെ ഓടിച്ചു വിട്ടത്. ഭംഗിയുള്ള മുഖമുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഭംഗിയുള്ള മുഖം ഒത്തിരി ശ്രദ്ധയോടെ ശ്രദ്ധിക്കുന്നതാ. കണ്ണാടിയിൽ ഒരു ദിവസം തന്നെ 5ഉം 10ഉം പ്രാവശ്യം നോക്കും, എൻ്റെ മുഖം എങ്ങനെയാണ് ഇരിക്കുന്നത്, എൻ്റെ തലമുടി എങ്ങനെയാണ് ഇരിക്കുന്നത്, എൻ്റെ മുഖം ഭംഗിയുള്ളതായി തന്നെയാണോ? എന്നാൽ ഒരു മനുഷ്യൻ്റെ ഭംഗിയുള്ള മുഖം ആളുകൾ നോക്കും, പിന്നീട് നോക്കുന്നത് ആ വ്യക്തിക്ക് ഭംഗിയുള്ളൊരു മനസ്സുണ്ടോ എന്നും കൂടിയാണ്. ഭംഗിയുള്ളൊരു മുഖവും വേണം, ഭംഗിയുള്ളൊരു മനസ്സും വേണം, ഭംഗിയുള്ളൊരു ശരീരവും വേണം, ഭംഗിയുള്ളൊരു വ്യക്തിത്വവും വേണം. പ്രാർത്ഥിച്ചേ. ഇതെല്ലാം അനുഗ്രഹമായിട്ട് വരാൻ ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഓർത്ത്, നമ്മൾ കൊടുക്കുന്ന പ്രവാചകൻ 3 വർഷം ചെരുപ്പിടാതെ നടക്കണമെന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്.
ചെരുപ്പിടാതെ ഇനി തൊട്ട് നിങ്ങൾ നടക്കണമെന്നൊന്നുമല്ല. യെശയ്യായോട് പ്രവാചകനോട് പറഞ്ഞു, ചെരുപ്പിടാതെ നീ 3 വർഷം നടക്കുക, നിന്റെ ത്യാഗത്തിന് പ്രതിഫലമായി. 26-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു വിജയഗീതം, ഒരു സാക്ഷ്യത്തിൻ്റെ പാട്ടവിടെ ഉണ്ടായി. 2 കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ സമീപത്ത് നിന്നപ്പോൾ മോശ എന്നാ ചെയ്യണമെന്നറിയാതെ നിന്നപ്പം സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മോശേ നിന്റെ വിശുദ്ധകരം നീട്ടുക, വിശുദ്ധകരം നീട്ടി പ്രാർത്ഥിക്കുക. ഇതാ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ വിശുദ്ധകരം നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ മുമ്പിൽ ചെങ്കടൽ പോലെ വെളിപ്പെട്ട വിഷയങ്ങൾ ഒരിക്കലും മാറത്തില്ല. ഇതിന് പരിഹാരമില്ല, ഇതൊരു തടസ്സമാ, ഇതെന്തോ ആരുടെയോ ശാപമാ, ബന്ധനമാന്നൊക്കെ പറഞ്ഞ ചില വിഷയങ്ങളില്ലേ, അതൊക്കെ മാറി ജീവിതത്തിന്റെ മുമ്പിൽ ഒരു വഴി തെളിയുന്നത് നിങ്ങൾ കാണും. ഒരു അനുഗ്രഹത്തിന്റെ വഴി തെളിയുന്നത് നിങ്ങൾ കാണും. അനുഗ്രഹത്തിന്റെ ഒരു വഴി തെളിയുന്നത് കാണും. അനുഗ്രഹത്തിന്റെ ഒരു വഴി തെളിയുന്നത് കാണും. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നുവെന്ന് നിങ്ങൾ അറിയും. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നുവെന്ന് തിരിച്ചറിയും. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നുവെന്ന് തിരിച്ചറിയും. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഹല്ലേലൂയ, ഇൻ ജീസസ്. കരങ്ങൾ ചേർത്തടിച്ചു പാടാം. എല്ലാവരും ചേർന്ന് പാടും. അവനാഴികളിൽ വല കയ്യിൽ പിടിച്ചെന്നെ വഴി നടത്തും. ആമേൻ. വഴിയൊരുക്കും അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലഭൻ പൊതുവഴി തുറന്നിടുമേ. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടും. എനിക്കായി പറഞ്ഞു കരുതും അവൻ നല്ല ഓഹരി. അർത്ഥം അറിഞ്ഞു പാടി. എനിക്കായി കരുതും അവൻ നല്ല ഓഹരി. അതുകൊണ്ട് കഷ്ടങ്ങളിൽ നല്ല തുണയേശു. കണ്ണുനീരവൻ തുടയ്ക്കും. പാടുമോ? കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ചേർന്ന് പാടുന്നു. വഴിയൊരുക്കും അവനാഴികളിൽ വല കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വല കൈയിൽ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലഭൻ പൊതുവഴി. കരമുയർത്തിയടിച്ച്. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി. കരങ്ങൾ താഴ്ത്തി അടിച്ച്. എനിക്കായി കരുതും അവൻ നല്ല ഓഹരി. ചേർന്ന് പാടിയേ. കരങ്ങൾ താഴ്ത്തി അടിച്ച്. കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ആമേൻ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഒരിക്കൽ കൂടി നിങ്ങളുടെ കണ്ണുകളടച്ച് ഈ വാക്യം മറന്നു പോകാതെ ഒന്നോർത്തേ. ഈ കാര്യം, ഭംഗിയുള്ള ചില നന്മകൾ എനിക്കും നിങ്ങൾക്കും ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഭംഗിയുള്ളത്, മനോഹരമായത്, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വച്ച മനോഹരമായ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ. പ്രാർത്ഥിച്ചേ. ദൈവമേ, അങ്ങ് എനിക്കൊരുക്കി വച്ച ആ മനോഹരമായ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ. നിങ്ങളുടെ പറഞ്ഞ്, ദൈവമേ, അങ്ങ് എനിക്ക് ഒരുക്കി വച്ചിട്ടുള്ള ആ മനോഹരമായ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ. മനോഹരമായത് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. നമ്മളിന്ന് നല്ല കുറച്ച് കാര്യങ്ങളാണ് കേട്ടത്. പ്രത്യേകിച്ച് ഈ മാസമൊക്കെ പ്രാർത്ഥിക്കുമ്പം ഈ കഴിഞ്ഞ ഡെയിലി ബ്ലെസ്സിങ്ങിലൊക്കെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്നായി
നന്നായി പെരുമാറാൻ പഠിപ്പിക്കണ്ടേ? നല്ല നല്ല ഭംഗിയുള്ള മുഖം നമ്മളെപ്പോഴും ശ്രദ്ധിക്കും. നമ്മുടെ മുഖം എപ്പോഴും ഭംഗിയായിട്ടിരിക്കാൻ, എപ്പോഴും മുഖത്തേക്കാൾ ഭംഗി വേണം മനസ്സ്. ഭംഗിയുള്ള, അസൂയയില്ലാത്ത, ഏഷണി പറയാത്ത, ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പറഞ്ഞു നടക്കാത്ത, പറയേണ്ടതേ പറയാവൂ. ഒരു കുറ്റവും അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു, അതൊക്കെ ഭംഗിയില്ലാത്ത മനസ്സാണ്. ഭംഗിയുള്ള മുഖമുണ്ട്, പക്ഷേ ഭംഗിയില്ലാത്ത മനസ്സാണെങ്കിലോ പലരും അടുപ്പിക്കത്തില്ല, മാറ്റി മാറ്റി വിടും. പുള്ളി ശരിയല്ലെന്ന് പറയും. നമുക്ക് വേണ്ടത് ഭംഗിയുള്ളൊരു മുഖവും വേണം. ഭംഗിയുള്ള ഏതാ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടേ? മനസ്സ്. ഭംഗിയുള്ളൊരു മനസ്സ്. നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ശരീരവും വേണം, ഭംഗിയുള്ളൊരു വ്യക്തിത്വവും വേണം. ഹല്ലേലൂയ. ഇതെല്ലാം നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും ഇതിങ്ങനെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതെല്ലാം നല്ലതാണ്. ഒത്തിരി പേർക്ക് നന്നായി പെരുമാറാൻ അറിയത്തില്ല. സ്നേഹം പ്രകടിപ്പിക്കാൻ പഠിപ്പിക്കണം. വേണോ? എല്ലാവരും അത് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. സ്നേഹം കൊണ്ട് കുടുങ്ങിയിരിക്കുക എന്നാണ് ചിലർ പറയുന്നത്. സ്നേഹം കൊണ്ട് കുടുങ്ങാനല്ല. സ്നേഹം നിങ്ങൾ ഇവിടെ ഇതേ ഒരു ലൈറ്റൊക്കെ ഇട്ടൊരു കുരിശുരൂപം ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു രൂപമാണ് അത്. സ്നേഹം, എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചതാണ്. ആണോ? ആ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. സ്നേഹം അയൽവാസിയോട്, മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മാതാപിതാക്കളോട് സ്നേഹം എന്തു ചെയ്യണം? പ്രകടിപ്പിക്കണം. നമ്മുടെ ആൾക്കാർക്ക് സ്നേഹം ഉണ്ട്, പ്രകടിപ്പിക്കാനൊന്നും അറിയത്തില്ല. അതൊരു പ്രശ്നമാണ്. പല കുടുംബങ്ങളും തകർന്നു പോയത് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ആള് പാവമാണ്, പുള്ളി ഒരു ശുദ്ധനാണ്, പക്ഷെ ആൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നാളെ, ഇപ്പം ചെറിയ പ്രായമുള്ളൂ, നാളെ അവർ കല്യാണം കഴിക്കും, നാളെ അവർ ജീവിതത്തിൽ മുന്നോട്ട് പോകും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന വ്യക്തികളുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കണം. എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും നമുക്ക്? ഞാനതൊക്കെ ഇപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്നോട് ആൾക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു മൂരാച്ചി സ്വഭാവമാണല്ലോ എന്ന്. സത്യമാണ്, എനിക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ട്. ഒരു മൂരാച്ചി സ്വഭാവവും നമ്മളിലൊക്കെ ഉണ്ട്, എന്നിലുണ്ടെന്ന് എനിക്കറിയാം. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് ചിരിക്ക്. ഏറ്റവും വലിയ പാട് ചിരിക്കാനാണ്. ചിരിച്ചൊക്കെ ഞാൻ പഠിച്ചു വരുന്നുണ്ട്. എന്നോട് പലരും പറഞ്ഞു, നിങ്ങളുടെ ഒരു മൂരാച്ചി സ്വഭാവം കേട്ടോ, നിങ്ങളെന്താ ഇങ്ങനെ? അതാണ്, നമുക്ക് പലർക്കും ഒരു മൂരാച്ചി സ്വഭാവമുണ്ട്. സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മുടെ ദൈവം യേശു ക്രിസ്തു കലാകാരൻ, ആ രൂപത്തിൽ അവിടെ ഇവിടെയൊക്കെ ചുമന്ന പെയിൻറ്റ്, ബ്ലഡിൻ്റെ കളറുള്ള പെയിൻ്റൊക്കെ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, കയ്യേൽ കാലയിലൊക്കെ കലാകാരൻ വരച്ച് വെച്ചിരി. സ്നേഹം, ആ ദൈവത്തിൻ്റെ നമ്മളോടുള്ള സ്നേഹം കുരിശിൽ പ്രകടിപ്പിച്ചതാണ്. നമ്മളും എങ്ങനെയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാം? നല്ലൊരു വാക്ക്, നല്ല ഫുഡായിരുന്നു കേട്ടോ നിങ്ങൾ നൽകിയത്, അത് സ്നേഹം പ്രകടിപ്പിച്ചതാണ്. അതൊരു ഹോട്ടലിൽ കയറിയാലും, നമ്മളൊരു കല്യാണത്തിന് പോയാലും, പ്രിയപ്പെട്ടവരുടെ വീട്ടിൽ പോയാലും, എല്ലാ ഭക്ഷണവും കഴിച്ചേച്ച് ഒരു സുഖമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയേക്കല്ലേ. അതിനകത്ത് 4 കടുകില്ലായിരുന്നു എന്ന് പറയല്ലേ. സവോള ഇട്ടില്ലായിരുന്നു, തേങ്ങ അരച്ചല്ലേ വെച്ചത്. തേങ്ങ അരച്ചോ ഇല്ലയോ എന്നല്ല നോക്കേണ്ടത്, നല്ലതായിരുന്നു കേട്ടോ. ഇതെന്തായാലും അടുക്കളയിൽ കിടന്ന് കുറേ അധ്വാനിച്ചിട്ടല്ലേ ഇങ്ങനൊരു ഫുഡ് അവിടെ വന്നത്. നന്നായിരുന്നു കേട്ടോ, നല്ല ഫുഡ് നന്നായിരുന്നു. അപ്പം തന്നെ കാണാൻ പറ്റും, ബൾബ് തെളിയുന്ന പോലെ ആ ഉണ്ടാക്കിയ ആളുടെ മുഖം തെളിഞ്ഞു വരുന്നത്.
സ്നേഹം. അത് ഭർത്താവായാലും ഭാര്യയായാലും പള്ളിയിലച്ഛനായാലും സ്നേഹം പ്രകടിപ്പിക്കണം. ഹല്ലേലൂയ. നല്ല ഫുഡായിരുന്നു, നല്ല രസമുണ്ട്, ആ കേക്ക് നന്നായിരുന്നു. നല്ലത് പറയണം. കുറ്റം കണ്ടുപിടിച്ചത് പറയാൻ ഡോക്ടറേറ്റ് ഒന്നും വേണ്ട, PG ഒന്നും എടുക്കാൻ പോകണ്ട. നല്ലത് പറയാൻ ഒരു PG എടുക്കണം. നല്ലതായി, നല്ല പാട്ടായിരുന്നു ജോണെ, നല്ല പാട്ടായിരുന്നു, നല്ല സൗണ്ടായിരുന്നു. സൗണ്ടുകാരൻ ഉറങ്ങുവാണോ? നല്ല സൗണ്ടായിരുന്നു. നല്ലപോലെ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ലപോലെ ബൈബിൾ വായിച്ചു. ഈ നല്ല സംവിധാനമായിരുന്നു. നിങ്ങൾ നന്നായിട്ട് ഈ ഉറങ്ങാതിരിപ്പുണ്ട്. തിരുവനന്തപുരത്ത് വന്ന പട്ടാളക്കാരൻ ഉറങ്ങാതിരിപ്പുണ്ട്. നല്ലതായിരുന്നു. നല്ല ഒരു വാക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കണം. എൻ്റെ അമ്മയുടെ ബർത്ത്ഡേയാണ്, അല്ലെങ്കിൽ അവരുടെ വിവാഹ വാർഷികമാണ്. അപ്പോൾ അവരൊന്നും പറയും, ഒരു സമ്മാനം. കഴിയുന്നത് സ്നേഹം പ്രകടിപ്പിക്കലാണ്. വേണോ? സ്നേഹം പ്രകടിപ്പിക്കുന്നിടത്ത് വലിയൊരു സ്നേഹബന്ധം ഉണ്ടാവും, ഒരു വലിയ കൂട്ടായ്മയുണ്ട്. എന്നാലും അവരെന്നെ ഓർത്തല്ലോ, എന്നാലും എനിക്ക് മേടിച്ച് തന്നല്ലോ. മേടിച്ച് തരുമ്പോൾ പറയും വേണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ പറയും. പക്ഷേ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അതൊന്നും ആവശ്യം, ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. അതൊരിക്കലും കളിയാക്കിയല്ല. ചിലപ്പോൾ ചില ആൾക്ക് കൈ കൊടുത്തിട്ട്, നമ്മുടെ ഒരു കൈ കൊടുത്തൊരു വാക്ക് പറയുമ്പോൾ അത് സ്നേഹം പ്രകടിപ്പിക്കലാണ്. എന്നോട് ഞാനിതൊക്കെ ഞാനിതിൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്, ഞാനെല്ലാം തികഞ്ഞ ആളല്ല, എനിക്കറിയാം. എന്നോട് പല സ്ഥലത്തും പോയപ്പോൾ ആളുകൾ പറഞ്ഞേ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കണ്ട, ഈ തൊട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറയും. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്നതെന്ന്. അയ്യോ എത്ര സമയമെടുക്കും, 3000 പേരുണ്ട്, നിങ്ങളുടെ കാലിന് വേരിക്കോസ് വരും കേട്ടാ, നിങ്ങളുടെ ഓരം തേഞ്ഞു പോവും. ഈ പ്രായത്തിലൊക്കെ നടക്കും. പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ശുശ്രൂഷ ഉള്ളതിലും അടുത്ത ആഴ്ച ഇല്ലെങ്കിലും അടുത്ത ആഴ്ച വേറെ അച്ഛനായിരിക്കും പ്രസംഗിക്കുന്നത്, അല്ല അടുത്ത മാസം ഞാൻ ഉണ്ടാകത്തില്ല. പക്ഷെ എനിക്ക് കിട്ടിയ സമയത്ത് അതിലേറ്റവും വൃത്തിയോടെ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രവൃത്തിയിലൊരു വൃത്തി ഉണ്ടെങ്കിലേ അത് അനുഗ്രഹമാകുകയുള്ളെന്ന്. പ്രവൃത്തിയിൽ എങ്ങനെയാണ് മലയാളത്തിൽ പ്രവൃത്തി എന്ന് എഴുതുന്നത്? എഴുതി അപ്പുറത്തെ വാക്ക് ആ വാക്ക് കളഞ്ഞാൽ പ്രവൃത്തി. അതിനകത്തൊരു വൃത്തിയുണ്ട്. അത് പ്രാർത്ഥനയായാലും പാട്ടായാലും കൈവപ്പ് പ്രാർത്ഥനയായാലും അത് വൃത്തിയോടെയാ ചെയ്തെങ്കിൽ അവിടെ ദൈവാനുഗ്രഹമുണ്ട്. പ്രവൃത്തിക്കകത്തൊരു വൃത്തിയുണ്ട്, അതൊരനുഗ്രഹമാണ്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ഒരു നിമിഷം, ഒരു 3 സെക്കൻഡ് ഒരാൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് 2 കൈയും വെച്ച് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും അവരിലൊരു ദൈവപ്രവൃത്തിക്ക് കാരണം. അതിങ്ങനെ തൊട്ട് വേഗത്തിൽ പോകാൻ 15 മിനിറ്റ് മതി, അരമണിക്കൂർ പോലും വേണ്ട, നമുക്കങ്ങോട്ട് പോകാം. പക്ഷേ ഞാൻ ഇന്ന് പറഞ്ഞ വചനമാണ്, ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോൾ സ്വർഗം തുറക്കും, ദൈവപ്രവൃത്തികൾ വെളിപ്പെടുമേ. അതൊരനുഗ്രഹമാണ്. ഇന്ന് നമ്മൾ കേട്ടൊരു കാര്യമാണ്, നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ദിവസം അങ്ങ് കോട്ടയത്തങ്ങ് പോയി. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ആ ബസ് രാത്രിക്ക് പോകുന്ന വണ്ടിയാണ് ഇവിടുന്ന്. വെളുപ്പിന് അങ്ങ് 5 മണിയായപ്പോൾ അങ്ങ് എത്തി. അപ്പോൾ ആ ഡ്രൈവറോട് പറഞ്ഞേ, നല്ല ഡ്രൈവിംഗ് ആയിരുന്നു. പുള്ളി 2 കൈയും കൂപ്പി ഒരു തലയും കുനിച്ച് ഒരു നല്ല സന്തോഷം. നമ്മളവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. 4 ഇറങ്ങാൻ നേരത്ത് നല്ല ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ, നല്ല യാത്രയായിരുന്നു, ഒരു സുഖമുള്ള ഉറങ്ങാൻ പറ്റി. ആ മനുഷ്യൻ നമ്മുടെ ഒരു നല്ല വാക്ക് കൊണ്ട്, ആ ബസ് ഓടിക്കുന്ന ഡ്രൈവർ നമ്മളെ സ്നേഹത്തോടെ നോക്കിയാൽ ആ സ്നേഹം ഒരു പ്രാർത്ഥനയാണ്. ആ മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം എൻ്റെ അനുഗ്രഹമാണ്. നിങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകുമ്പം 100 രൂപ നേർച്ചപ്പെട്ടിയിലിട്ടില്ലേലും സ്നേഹത്തോടെ ഞങ്ങളെ നോക്കുന്നത്, ഇതിന് നല്ലൊരു അനുഗ്രഹമായി വരട്ടെ എന്ന് മനസ്സിൽ ആലോചിക്കുന്നത് പോലും ഞങ്ങൾക്കൊരനുഗ്രഹമാണ്. നിങ്ങളുടെ സ്നേഹം അതൊരു പ്രാർത്ഥനയാണ്. ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ കണ്ട് പ്രാർത്ഥിക്കുന്നത്, ആ സ്നേഹം പോലും ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ കൊടുക്കുന്ന നല്ലൊരു വാക്ക്
പ്രാർത്ഥനയാണ്. അവൻ്റെ മുഖം ലൈറ്റിട്ട പോലെയാ തെളിഞ്ഞ്. അവൻ്റെ മുഖം, ആ വിഷമമൊക്കെ മാറി മുഖമൊക്കെ അങ്ങ് ഫ്രഷായി ഒറ്റ വാക്കിലൂടെ. നീ ശരിയല്ല, നീ ചെയ്യുന്നതല്ല ശരിയല്ല, നീ എന്താ ഇങ്ങനെ, വാടിപ്പോകും. നല്ല വാക്കൊരു പ്രാർത്ഥനയാണ്, കൊടുക്കുന്ന നല്ല സ്നേഹം ഒരു പ്രാർത്ഥനയാണ്. സ്നേഹം പ്രകടിപ്പിക്കേണ്ടവരോട് പ്രകടിപ്പിക്കുന്നതും ഒരനുഗ്രഹമാണ്. കണ്ണുകളെ അടയ്ക്കാമോ? നമുക്കൊരു നിമിഷമായി ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് തുടർന്ന് സാക്ഷ്യത്തിലേക്കൊക്കെ പ്രവേശിക്കുകയാണല്ലോ. ഒരു നിമിഷം പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവർക്ക് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ പഠിപ്പിക്കട്ടെ. സ്നേഹത്തോടെ. നമ്മളെക്കാൾ പ്രായമുള്ള ഒരാളാണെങ്കിൽ ചേട്ടാ എന്നും ചേച്ചിയെന്നും അങ്കിളെ, ആൻറ്റി, സഹോദര, സഹോദരി എന്ന് വിളിക്കാൻ. ഇയാളെവിടുന്ന, തൻ്റെ പേരെന്തുവാ, തന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, അങ്ങനൊന്നും വിളിപ്പിക്കല്ലേ. എല്ലാ മനുഷ്യരും നമ്മളെക്കാൾ ശ്രേഷ്ഠരാണ്, നമ്മളെക്കാൾ കഴിവുള്ളവരാണ്. എന്നേക്കാൾ കഴിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും. എന്നേക്കാൾ ശ്രേഷ്ഠമായ വ്യക്തിത്വമുള്ളവരാണ് പലരും. എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവരാണ്. എന്നേക്കാൾ നല്ല വീട്ടിൽ ജനിച്ചു ജീവിച്ചു വളർന്നവർ. എന്നേക്കാൾ ശ്രേഷ്ഠരാണ് നിങ്ങൾ പലരും. ആരും താഴെയല്ല. നിങ്ങൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണണം, ബഹുമാനിക്കണം, മറ്റുള്ളവരെ ആദരിക്കണം. ആരെയും വില കുറച്ച് കാണരുത്. പൊന്നും തുമ്പ ആയാലും ഇരുമ്പും തുമ്പയുടെ ആവശ്യം ചിലപ്പോൾ വരും. എല്ലാ കാര്യങ്ങളും ഹൃദയത്തോട് ചേർത്ത്, കർത്താവേ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാനും നിങ്ങളും പഠിക്കുക. പ്രകടിപ്പിക്കേണ്ടവരോട് സ്നേഹം പ്രകടിപ്പിക്കട്ടെ. എല്ലാവരോടുമല്ല, ചില ആളുകളോട് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കണം. നല്ലൊരു വാക്കുകൊണ്ട്, നല്ലൊരു പ്രോത്സാഹനം കൊണ്ട്, നല്ലൊരു അഭിപ്രായം കൊണ്ട്, ഒരു സമ്മാനം മേടിച്ചു കൊടുത്ത്, ഒരു നല്ലൊരു പ്രോത്സാഹന വാക്കു പറഞ്ഞ്, ആരെയും കളിയാക്കുന്ന വിധത്തിലോ കൊച്ചാക്കുന്ന വിധത്തിലോ കിറി കോട്ടിക്കൊണ്ടോ കളിയാക്കിയോ പുച്ഛിച്ചോ ഒരു കളിയാക്കലുള്ള നോട്ടം കൊണ്ടൊന്നുമല്ല, ശുദ്ധ മനസ്സുകൊണ്ട്. നല്ല മുഖവും നല്ല മനസ്സുമുണ്ടാകട്ടെ, നല്ല ശരീരവും നല്ല വ്യക്തിത്വവും നിങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവെ, അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഒരു 4 ലൈൻ പാടുകയാണ്. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾ അനുഭവിക്കുവാണ്. ഈ ദിവസം ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായതിന് ഞങ്ങൾ നന്ദി പറയും. 28-ാം തീയതി മുതൽ അടുത്ത മാസം 6-ാം തീയതി വരെ പ്രാർത്ഥിക്കുന്ന ഉപവാസ പ്രാർത്ഥനയെ ഞങ്ങൾ ഓർക്കുകയാണ്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓർക്കുന്നവരും ആഗ്രഹിക്കുന്നവരും പങ്കെടുക്കുക. ദൈവത്തിൻ്റെ കടാക്ഷം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ിലേലും സ്നേഹത്തോടെ ഞങ്ങളെ നോക്കുന്നത്, ഇതിന് നല്ലൊരു അനുഗ്രഹമായി വരട്ടെ എന്ന് മനസ്സിൽ ആലോചിക്കുന്നത് പോലും ഞങ്ങൾക്കൊരനുഗ്രഹമാണ്. നിങ്ങളുടെ സ്നേഹം അതൊരു പ്രാർത്ഥനയാണ്. ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ കണ്ട് പ്രാർത്ഥിക്കുന്നത്, ആ സ്നേഹം പോലും ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ കൊടുക്കുന്ന നല്ലൊരു വാക്ക് പ്രാർത്ഥനയാണ്. അവൻ്റെ മുഖം ലൈറ്റിട്ട പോലെയാ തെളിഞ്ഞ്. അവൻ്റെ മുഖം, ആ വിഷമമൊക്കെ മാറി മുഖമൊക്കെ അങ്ങ് ഫ്രഷായി ഒറ്റ വാക്കിലൂടെ. നീ ശരിയല്ല, നീ ചെയ്യുന്നതല്ല ശരിയല്ല, നീ എന്താ ഇങ്ങനെ, വാടിപ്പോകും. നല്ല വാക്കൊരു പ്രാർത്ഥനയാണ്, കൊടുക്കുന്ന നല്ല സ്നേഹം ഒരു പ്രാർത്ഥനയാണ്. സ്നേഹം പ്രകടിപ്പിക്കേണ്ടവരോട് പ്രകടിപ്പിക്കുന്നതും ഒരനുഗ്രഹമാണ്. കണ്ണുകളെ അടയ്ക്കാമോ? നമുക്കൊരു നിമിഷമായി ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് തുടർന്ന് സാക്ഷ്യത്തിലേക്കൊക്കെ പ്രവേശിക്കുകയാണല്ലോ. ഒരു നിമിഷം പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവർക്ക് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ പഠിപ്പിക്കട്ടെ. സ്നേഹത്തോടെ. നമ്മളെക്കാൾ പ്രായമുള്ള ഒരാളാണെങ്കിൽ ചേട്ടാ എന്നും ചേച്ചിയെന്നും അങ്കിളെ, ആൻറ്റി, സഹോദര, സഹോദരി എന്ന് വിളിക്കാൻ. ഇയാളെവിടുന്ന, തൻ്റെ പേരെന്തുവാ, തന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, അങ്ങനൊന്നും വിളിപ്പിക്കല്ലേ. എല്ലാ മനുഷ്യരും നമ്മളെക്കാൾ ശ്രേഷ്ഠരാണ്, നമ്മളെക്കാൾ കഴിവുള്ളവരാണ്. എന്നേക്കാൾ കഴിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും. എന്നേക്കാൾ ശ്രേഷ്ഠമായ വ്യക്തിത്വമുള്ളവരാണ് പലരും. എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവരാണ്. എന്നേക്കാൾ നല്ല വീട്ടിൽ ജനിച്ചു ജീവിച്ചു വളർന്നവർ. എന്നേക്കാൾ ശ്രേഷ്ഠരാണ് നിങ്ങൾ പലരും.
ആരും താഴെയല്ല. നിങ്ങൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണണം, ബഹുമാനിക്കണം, മറ്റുള്ളവരെ ആദരിക്കണം. ആരെയും വില കുറച്ച് കാണരുത്. പൊന്നും തുമ്പ ആയാലും ഇരുമ്പും തുമ്പയുടെ ആവശ്യം ചിലപ്പോൾ വരും. എല്ലാ കാര്യങ്ങളും ഹൃദയത്തോട് ചേർത്ത് കർത്താവേ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാനും നിങ്ങളും പഠിക്കുക. പ്രകടിപ്പിക്കേണ്ടവരോട് സ്നേഹം പ്രകടിപ്പിക്കട്ടെ. എല്ലാവരോടുമല്ല, ചില ആളുകളോട് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കണം. നല്ലൊരു വാക്കുകൊണ്ട്, നല്ലൊരു പ്രോത്സാഹനം കൊണ്ട്, നല്ലൊരു അഭിപ്രായം കൊണ്ട്, ഒരു സമ്മാനം മേടിച്ചു കൊടുത്ത്, നല്ലൊരു പ്രോത്സാഹന വാക്കു പറഞ്ഞ്, ആരെയും കളിയാക്കുന്ന വിധത്തിലോ കൊച്ചാക്കുന്ന വിധത്തിലോ കിറി കോട്ടിക്കൊണ്ടോ കളിയാക്കിയോ പുച്ഛിച്ചോ ഒരു കളിയാക്കലുള്ള നോട്ടം കൊണ്ടൊന്നുമല്ല, ശുദ്ധ മനസ്സുകൊണ്ട് നല്ല മുഖവും നല്ല മനസ്സുമുണ്ടാകട്ടെ, നല്ല ശരീരവും നല്ല വ്യക്തിത്വവും നിങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവെ, അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഒരു 4 ലൈൻ പാടുകയാണ്. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾ അനുഭവിക്കുവാണ്. ഈ ദിവസം ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായതിന് ഞങ്ങൾ നന്ദി പറയും. 28-ാം തീയതി മുതൽ അടുത്ത മാസം 6-ാം തീയതി വരെ പ്രാർത്ഥിക്കുന്ന ഉപവാസ പ്രാർത്ഥനയെ ഞങ്ങൾ ഓർക്കുകയാണ്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓർക്കുന്നവരും ആഗ്രഹിക്കുന്നവരും പങ്കെടുക്കുക. ദൈവത്തിൻ്റെ കടാക്ഷം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ.